1960 മുതൽക്ക് ഇപ്പം 2026 വരെയുള്ള എത്ര കൊല്ലം, 60-70 കൊല്ലം ഉടനീളം കഥയായിട്ടും നോവലായിട്ടും പ്രബന്ധങ്ങളായിട്ടും നാടകമായിട്ടും വിചാരങ്ങളായിട്ടും സംഭാഷണങ്ങളായിട്ടും ഒക്കെ അദ്ദേഹം എഴുതിയ പേജുകൾക്ക് വലിയ അളവറ്റതെന്ന് പറയാം, കണക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു ദിശാമാറ്റം കുറിക്കുന്ന, അതിലത്തെ സമീപനങ്ങളിലേക്ക് ദിശാമാറ്റം കുറിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കഥ എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഈ അംഗഭംഗത്തിനെ ഞാൻ എടുക്കുന്നത്. ഈ അംഗഭംഗത്തിനെ പറ്റിയിട്ട് ഉള്ള അതിൻ്റെ വൈദ്യശാസ്ത്ര വിവരണം ഞാൻ വളരെ കൃത്യമാണ്. അപ്പോൾ അത് VS രാമചന്ദ്രൻ എന്നുള്ള പ്രസിദ്ധനായ ന്യൂറോളജിസ്റ്റ്, അദ്ദേഹമാണ് ഇതിനെപ്പറ്റി പഠനം നടത്തിയിട്ടുള്ള ഒരാൾ. അപ്പോൾ അതിനെപ്പറ്റി ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയിൽ ഇങ്ങനെ പറയും, ഈ ഫാൻഡൽ ലിബയിൽ തന്നെയാണ് പറയുന്നത്, അദ്ദേഹം ന്യൂറോളജിസ്റ്റുമാണ്. ബാലേന്ദ്രൻ പറയും, അത് വിളയന്നൂർ എന്നാണ് വി എന്നുള്ളതിൻ്റെ അർത്ഥം, പാലക്കാട് മദ്രാസിലാണ്. വിളയന്നൂർ രാമചന്ദ്രൻ പറയും പോലെ വെളിവെല്ലാം തലച്ചോറിൻ സ്വഭാവമാണോ. അങ്ങനെ വരി യാദൃച്ഛികമായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ കവിതയിലും വരുന്നുണ്ട്. അതൊരു യാദൃച്ഛികമാണ്. അങ്ങനെ ഒരു കഥയിലേക്ക് വരുന്നത്, ഒരു സർവേ പാർട്ടി പഹാഡിയ എന്ന ഗ്രാമത്തിലെത്തുന്ന ഒരു എഞ്ചിനീയർ രാമമൂർത്തി ഉണ്ട്. അയാളുടെ ഒപ്പം ഈ ശിവരത്തൻ എന്ന് പറയുന്ന ഒരു അറ്റുപോയ കയ്യുള്ള ഒരാളുണ്ട്, പിന്നെ കുറേ ആളുകളുണ്ട്. ആ സംഘം ഒരു പഹാഡിയ എന്ന ഗ്രാമത്തിൽ അവിടെ ഒരു അണക്കെട്ട് കെട്ടി അതിന് കനാലുകൾ വെട്ടാനായിട്ട് അതിൻ്റെ സർവേയർ പാർട്ടിയാണ്. അപ്പോൾ അവിടുത്തെ ഗ്രാമത്തിലെ ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. എനിക്ക് ഓർമ്മക്കുറവ് വല്ലാതെ ബാധിച്ചതുകൊണ്ട് അതൊക്കെ ഇടയ്ക്ക് നോക്കിയിട്ട് വേണ്ടിയിട്ട് പറയാൻ, എഴുതി വായിച്ചാൽ ശരിയാവില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എഴുതി വായിക്കാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സർവേയർ പാർട്ടി അവിടെ എത്തുമ്പോൾ തന്നെ ആദ്യത്തെ രംഗം തന്നെ ആ ഗ്രാമീണരുടെ പ്രതികരണശേഷി ഇല്ലായ്മയാണ് കാണിക്കുന്നത്. അതായത് ആ പുഴയിൽ, നദിയിൽ ഒരു രാവിലെ നീച്ച് നിത്യകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളെത്തുമ്പോൾ ഒരു ശവം അവിടെ രണ്ട് കുറ്റികൾക്കിടയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആനന്ദം ഒരു ചെറിയ തമാശ കൂടി ഉണ്ട്. ആ കാറ്റടിക്കുമ്പോൾ ഈ ഓളങ്ങനെ ആഴും. അപ്പോൾ ഒരാൾ കമന്ന് കിടന്നിട്ട് രണ്ട് കുറ്റിയിൽ പിടിച്ചിട്ട് കസർത്ത് നടത്തുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കണ്ടിട്ട് ഈ രാമമൂർത്തിക്ക് ഇത് വലിയ വിഷമായി, ശിവരത്തിനും വലിയ വിഷമായി. പക്ഷെ അവിടുത്തുകാർക്ക് ഒരു വിഷമമില്ല. അവർ നിസ്സംഗരായി അതിനെ കണ്ടുപോയി. ഒരാൾ വന്നിട്ടൊരു തോട്ടി കൊണ്ട് അതൊരു കുത്തിക്കളഞ്ഞു. അപ്പോൾ ഈ എന്താ പറയുകയാണ്, ആ ശവം തൻ്റെ വ്യായാമമെല്ലാം അവസാനിപ്പിച്ചിട്ട് നമ്മൾ ഒഴുകിപ്പോവുകയും ചെയ്യും. ഇങ്ങനെ വളരെ നിസ്സംഗരായ ഗ്രാമീണർ അവിടെ ശവം ഇങ്ങനെ കാണുമ്പോൾ സാധാരണഗതിയിൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രതികരണം അതൊന്നും അവിടെ ഉണ്ടാകുന്നില്ല, നിശ്ചേതനം എന്ന് പറയും. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലാണ് ഇയാൾ എത്തിച്ചേർന്നത്, ഈ സർവേ ടീം എത്തിച്ചേർന്നത്. അപ്പോൾ ആ ശിവരത്തൻ അന്ന് എല്ലാവരും പിരിഞ്ഞു പോയി. ഇയാൾക്ക് കഠിനമായ ഛർദി വന്നു. ക്യാമ്പിലെത്തിയപ്പോൾ ശിവരത്തൻ ഭയങ്കരമായിട്ട് ഛർദിച്ചു. അതായത് ഇയാളുടെ ആദ്യത്തെ പ്രതികരണം വരുന്നത് ഈ ശിവരത്തൻ്റെ ഛർദിയാണ്, നോസിയാണ്. ഇതിലൊക്കെ സാർട്ടിൻ്റെ നോവലൊക്കെ ഉണ്ടല്ലോ, നോസിയ എന്ന് പറഞ്ഞിട്ട് മനം പേരട്ട്. ശിവരത്തൻ ഛർദിച്ചു. പിന്നെ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ അങ്ങനെ വർത്തമാനം പറഞ്ഞു പോയി. അപ്പോൾ അതിൽ ഒരു ബിക്കു എന്നൊരു കഥാപാത്രം വരും. അയാള് അവിടുത്തെ ഒരു പഹാടിയ ഗ്രാമത്തിലാണ് ഇവർ ക്യാമ്പ് ചെയ്യണമെങ്കിലും പല ദിക്കിൽ കൂടി സർവേയർ പാർട്ടിക്ക് പോകണം. അങ്ങനെ പോകുമ്പോൾ ഒരു ദിക്കിലെത്തി. അവിടുത്തെ ആളുകൾ മുഴുവൻ ഈ തീ കൊണ്ട് പൊള്ളിയവരും ശരീരത്തിൽ മുഴുവനുള്ള ഈ കലകൾ, പൊള്ളിയതിൻ്റെയും കുത്തിയതിൻ്റെയും മുറിവേൽപ്പിച്ചതിൻ്റെയും കലകളും ഒക്കെയുള്ള ഒരു ജനം, കുറച്ച് ആളുകൾ. അപ്പോൾ ഈ സർവേയർ പാർട്ടിക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഒന്ന്, അവരുടെ
ഈ പുഴ കനാല് വരുമ്പോൾ അവിടുത്തെ പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കണം. അതുപോലെ അവിടുത്തെ ജനജീവിതം എന്താണെന്ന് പഠിക്കണം. അങ്ങനെ പല പഠനത്തിനിടയിൽ ഇവർ അവിടുത്തെ ജനങ്ങളെ കൂട്ടി വിളിച്ചു. എന്നിട്ട് അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അവരൊന്നും മിണ്ടില്ല. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? ഇവർ കൂലിക്കാരാണ്, ഇവർ കർഷകരൊന്നല്ല. അപ്പോൾ അവർ തിരിഞ്ഞു പോയി. അങ്ങനെ അവർക്ക് ഒന്നും മിണ്ടാനുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇന്ന് ഭിക്കു എന്ന് പറയുന്ന ഒരു ആള് വരുന്നത്. അയാൾ ഇവിടെ വന്ന് ഇവരുടെ കൂടെ കൂടി പലപ്പോഴും അവരുടെ ക്യാമ്പിൽ അയാൾ വരും, ചിലപ്പോൾ അപ്രത്യക്ഷമാവും. അങ്ങനെ ഒരു പുതിയ അതിഥി കൂടി അവിടെ ഉണ്ടായി. അങ്ങനെ ഒരിക്കൽ ഒരു മിനിറ്റ്, അപ്പോൾ അവിടെ സദാ അക്രമങ്ങൾക്ക് വിധേയമാവുന്നത്. ആരാണ് അക്രമം ചെയ്യുന്നതെന്ന് കഥയിൽ പറയുന്നില്ല. പലതരത്തിലുള്ള അക്രമങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. ഈ അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഈ ശിവരത്തൻ അവിടുത്തെ കട്ടിലിൽ കിടക്കുന്നതാണ് കാണുന്ന മാത്രമല്ല, അയാൾ പറഞ്ഞു, എനിക്ക് കഠിനമായിട്ട് വേദനിക്കും. എവിടെയാണ് വേദനിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾക്കൊന്നും പറയാൻ ഇല്ല. അയാൾക്ക് ആശ്വാസം കിട്ടുന്നില്ല, ഭയങ്കരമായിട്ട് വേദനിക്കും. ഇതാണ് ആദ്യം ഇയാളുടെ വേദനയെ പറ്റിയിട്ട് പറയുന്ന ഒരു, എവിടെയാണ് വേദനയെന്നോ എന്താണ് വേദനയെന്നോ പറയാൻ അയാൾക്ക് കഴിയുന്നില്ല. പക്ഷെ വേദന എന്നൊരു സാധനം അയാൾ കഠിനമായിട്ട് അനുഭവിക്കുന്നു. അത് ആ വേദനയുടെ സ്വഭാവമൊക്കെ ഉണ്ട്. ഈ അറിയപ്പെടാത്ത വേദനയുടെ വേറെ ഒരു ലക്ഷണവും ശിവരത്തനിൽ ഇല്ലായിരുന്നു. അതാകട്ടെ അയാളെ വല്ലാതെ മതിക്കുകയും അയാൾ ആ വേദന വരുമ്പോഴത്തെ വിവരണമൊക്കെ അതിൽ വരും. അയാൾ പല്ല് കടിക്കുക, നമ്മൾ എപ്പിലെപ്റ്റിക് ഉണ്ടാകുന്നില്ലേ അതുപോലെ അയാൾ പല്ല് കടിച്ചു, തലമുടി പിടിച്ചു വലിച്ചു, വളഞ്ഞു പിരിഞ്ഞു, ക്രമേണ അങ്ങ് ശാന്തനായി. എപ്പിലെപ്സി പോലെ തന്നെ. അപ്പോൾ പിന്നെ അയാൾക്ക് ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വേദനയുടെ ഒരു പൊടി പോലും ഇല്ല. പിന്നെ അടുത്ത വേദനയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് പോലെ പിന്നെ അയാളുടെ ജീവിതം ഇങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇയാളെ ഒരു ആസ്പത്രിയിൽ എത്തിക്കണം. അപ്പോൾ അയാളെ ഇവരെല്ലാവരും കൂടി അവിടെയുള്ള ഒരു താൽക്കാലിക ആസ്പത്രി, ഒരു ക്രൈസ്തവർ നടത്തുന്ന ഒരു ആസ്പത്രിയാണ്. ആ ആസ്പത്രിയിൽ ഡോക്ടർ സാമുവൽ എന്നാണ് ആ ഡോക്ടറുടെ പേര്. അയാളുടെ ആസ്പത്രിയിൽ ചെന്ന് അഡ്മിറ്റ് ചെയ്യിച്ചു. അപ്പോൾ ആ ഡോക്ടർ സാമുവൽ പഹാഡിയ ഗ്രാമത്തിന് അപരിചിതനായിരുന്നില്ല. സ്വയം ഗ്രാമം സന്ദർശിക്കാറുള്ള അപൂർവ വ്യക്തികളിൽ ഒരാളാണ് അയാൾ. ആ വേദനയെ പറ്റി പറയാൻ, നിങ്ങൾ വേദനയെ പിന്നെ കുരിശായ ഡിസ്കഷനാണ്. വേദന വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ്. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ധർമ്മശാസ്ത്രത്തിൽ, ക്രൈസ്തവ ധർമ്മശാസ്ത്രത്തിൽ പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും ലളിതമായ പരിഹാരങ്ങളിൽ ഒന്നുമാണ്. ഒരു പക്ഷേ ഞങ്ങൾക്ക് നിങ്ങൾ സഹായിക്കാൻ പറ്റിയേക്കും. ശിവരത്തൻ ഞങ്ങളുടെ സംഘത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന ആളാണ്. അയാൾക്ക് ഒരു കയ്യേ ഉള്ളൂ, നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ അപ്പോൾ പിന്നെ അങ്ങനെ സംഭാഷണം അങ്ങനെ പോവുക, അവരുടെ ഡിസ്കഷൻ. അപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയർ അല്ലേ എന്ന് രാമമൂർത്തിയോട് ചോദിക്കാം. രാമമൂർത്തി എന്നുള്ളത് ആനന്ദിൻ്റെ കഥാകൃത്തിൻ്റെ ഒരു ആൾട്ടർ ഈഗോ. അപ്പോൾ അയാൾ പറയും, ഞാൻ വെള്ളത്തിൻ്റെ എഞ്ചിനീയറും. രാമമൂർത്തി ഒന്നും തുറന്നു, വെള്ളം സ്വയം ഒരു നിർമ്മാണ സാമഗ്രിയാണ്. വെള്ളം ഒരു നിർമ്മാണ സാമഗ്രിയാണ്. അതൊരു സ്ട്രക്ചർ തന്നെയാണ്, അതൊരു പാലം തന്നെയാണ്. വെള്ളം ഒരു പാലാവും. നാം വെള്ളത്തിന് മീതെ പാലം പണിയുന്നതിനെ പറ്റി മാത്രമേ പറയാവുന്നു. പക്ഷെ വെള്ളം തന്നെ ഒരു പാലായാലും പാലത്തെ
ഒഴുകുന്ന ഒരു സ്ട്രക്ചറായി നമുക്ക് സങ്കല്പിക്കാൻ പറ്റുള്ളൂ. നാം പണിയുന്ന എല്ലാ സ്ട്രക്ചറുകളും, പണിയുന്ന സാമഗ്രികൾ തന്നെയും ഒഴുകുന്നവയായിരിക്കണം. അതാണ് സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ള ആനന്ദിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതാണ് ആനന്ദിൻ്റെ എഴുത്തിൻ്റെ രീതി. അത് രീതിയിലേക്ക് കൂടി വരാനാണ്. ഇതിങ്ങനെ ഭാവന പെട്ടെന്ന് സയൻസിലേക്ക് കയറും, സയൻസിൻ്റെ ചില ഭാവനയിലേക്ക് വരും, വീണ്ടും തിരിച്ചു വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ആനന്ദിനെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരാളായിട്ട് കാഫ്കയെ പറ്റിയൊക്കെ പറയാനും ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്നുള്ള പുസ്തകമാണ് പല തവണയായിട്ട് ആനന്ദിൻ്റെ കണ്ണാടി ലോകം എന്നുള്ള ഹെഡിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. കണ്ണാടി ലോകം എന്നുള്ളത് ആലിസ് ഇൻ വണ്ടർലാൻഡിൻ്റെ ഒരു പരിഭാഷ സൂചകമാണ്. അപ്പോൾ ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്നത് ഒരു ഭ്രമാത്മക ലോകമാണ്. ആലിസ് കാണുന്ന ഒരു ഭ്രമാത്മക ലോകം പോലെ യുക്തിക്ക് ഒരു വിധത്തിലും നിരക്കാത്ത മറ്റുള്ളൊരു ലോകമാണ് ഈ കാണുന്നത്. അതിനെ സൂചിപ്പിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഈ ആലിസ് ഇൻ വണ്ടർലാൻഡ് വരുന്നത്. ആവേശം കയറിയതുപോലെ രാമമൂർത്തി കിതച്ചു. എല്ലാ സാമഗ്രിയും ഒഴുകുന്നവയായിരിക്കും. പക്ഷെ എവിടെയാണ് ആ പാലം? പാലങ്ങളെല്ലാം തടഞ്ഞും മുറിഞ്ഞും കിടന്നു. ഇനി ഇതിപ്പോൾ കനാല് വെട്ടുന്നതൊക്കെയാണ്. അപ്പം കനാലിൻ്റെ വെള്ളം, അപ്പോൾ ആ വെള്ളത്തിനോട് ചേർന്ന് പോകുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു രൂപകത്തിൻ്റെ ഒരു നാര് ഇങ്ങനെ പല കാര്യങ്ങളെയും കൂടി ബന്ധിപ്പിച്ചിട്ട് അവസാനം അതൊരു വലിയ നൂലായിട്ട് ഈ നോവലിനെ മുഴുവൻ ചുറ്റിപ്പിടിക്കും. ഇതാണ് ആനന്ദിൻ്റെ മെറ്റഫർ നിർമ്മാണത്തിൻ്റെ കല. ഒരു ചെറിയ നൂലാണ്, ആ നൂല് ഇങ്ങനെ വിടർന്ന് ഈ എല്ലാത്തിനെയും ബന്ധിച്ച് അവസാനം ഒരു വലിയ വലയായിട്ട് തീരും. ഇങ്ങനെ വലിയ രൂപക നിർമ്മാണമാണ് ആനന്ദിൻ്റെ എല്ലാ കൃതികളും. മരുഭൂമികളായാലും ശരി, ആൾക്കൂട്ടായാലും ശരി, അതിലൊക്കെ ഇങ്ങനെ ഒരു രൂപകത്തിൻ്റെ നൂല് കൊണ്ട് അനവധി കാര്യങ്ങളെ കെട്ടിപ്പിടിച്ച് ഒരു സ്ട്രക്ചറാക്കി, ഒഴുകുന്ന ഒരു സ്ട്രക്ചർ പോലെയാക്കി. ഇപ്പം ജലം അങ്ങനെ രൂപകമായിട്ട് ഇതിൽ വരിക. അപ്പോൾ അങ്ങനെ കനാലിൻ്റെ വഴി സർവേ ചെയ്യുന്നതിനിടയ്ക്കാണ് അയാളുടെ സംഘം ഒരു ഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ ചെന്നെത്തി. അവിടെ ഇതുപോലെ ഒരു മനുഷ്യരിലൊക്കെ ഇങ്ങനെ കഷ്ടാവസ്ഥയിലുള്ള ക്യാമ്പിൽ മടങ്ങി വന്നപ്പോൾ പിന്നെയാണ് ആ സാമുവൽ അന്ന് തിരിച്ചെത്തുന്നത്. ക്യാമ്പിലേക്ക് ആ ഡോക്ടർ സാമുവൽ തിരിച്ചെത്തി. എന്നിട്ട് അദ്ദേഹമാണ് പ്രഖ്യാപിക്കുന്നത്, ശിവരത്തൻ്റെ വേദന എവിടെയാണ് എന്ന് ഞാൻ കണ്ടുപിടിച്ചു. വലിയ കണ്ടുപിടുത്തം. അപ്പോൾ എല്ലാവർക്കും വലിയ ജിജ്ഞാസയായി. അപ്പോൾ എവിടെയാണ്? അവർ ടെൻറ്റിന് പുറത്ത് വലിയൊരു മീൻമരത്തിൻ്റെ തണലത്തേക്ക് നടന്നു. എന്നിട്ട് ശിവരത്തൻ എന്നിട്ട് ഡോക്ടർ പറയാണ്, പക്ഷേ എങ്ങനെ സഹിക്കാൻ കഴിയും? ശിവരത്തന് വേദനിക്കുന്നത് അയാളുടെ കയ്യിൽ തന്നെയാണ്, അതായത് അയാളുടെ ഇല്ലാത്ത കൈ. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായത്. അയാൾക്ക് കൈയില്ല, പക്ഷെ കയ്യിൽ വേദനിക്കുന്നു. കുറച്ചു നേരം അവർ പരസ്പരം നോക്കിയിരുന്നു. ഫാൻറ്റം ലിംബ് പെയിൻ എന്ന് പറയുന്ന പ്രതിഭാസത്തിനാണ് ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത്. പതിവുപോലെ പെട്ടെന്ന് നിറയുന്ന വേനലിൻ്റെ വെള്ളപ്പൊക്കത്തിൽ വസന്തം തുറച്ചു നിൽക്കപ്പെട്ടിരുന്നു. അപ്രത്യക്ഷമാണ്, അസാധാരണമായ ഒരു പ്രതിഭാസമാണ്. ഡോക്ടർ വിവരിച്ചു. എങ്കിലും അപ്പാടെ പുതിയതല്ല. വി.എസ്. രാമചന്ദ്രൻ്റെ ടെൽറ്റൈൽ ബ്രെയിൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ ഫാൻറ്റം ലിംബ് പെയിനെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം അത് ഒന്ന് കൗതുകത്തിന് ആളുകളൊന്ന് വായിച്ചു നോക്കുന്നത് വളരെ രസമാണ്. ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഈ ഫാൻറ്റം ലിംബ് പെയിൻ. അതായത് ശാസ്ത്രത്തിൻ്റെ ഒരു ലോക, അതിനെ ഈ നൈതികതയായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇയാൾ എഞ്ചിനീയറാണ്. എഞ്ചിനീയറിങ്ങിൻ്റെ ലോകത്തിനെ ജലത്തിൻ്റെ വഴിയിലൂടെ ലോകമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇങ്ങനെ പല ബന്ധിപ്പിക്കലുകളും ആനന്ദിൻ്റെ ലോകത്തിലുണ്ട്, ഭാവനാ ലോകത്തിലുണ്ട്. എല്ലാത്തിനെയും ഈ നൂലുകൊണ്ട് കിട്ടും. എന്നിട്ട് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളത് ഉറപ്പുവരുത്തിയത്, എങ്ങനെ നിങ്ങൾ ഇതിൽ എത്തിപ്പെട്ടത് എന്ന് രാമമൂർത്തി ഡോക്ടറോട് വീണ്ടും ചോദിക്കാം. കഴിഞ്ഞ തവണ വേദന വന്നപ്പോൾ ഞാൻ അയാളുടെ അടുത്തിരുന്ന് അത് വിവരിക്കാൻ പറഞ്ഞു. ജസ്റ്റ് ഡിസ്ക്രൈബ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ആ വേദന അനുഭവിക്കുന്നത്. അപ്പോൾ അയാൾ ഡോക്ടറോട് പറയാണ്, നിങ്ങൾ പിന്നോട്ട് വളഞ്ഞ് മുട്ടുകൾ മടക്കാതെ കൈകൾ കൊണ്ട് കാലിൻ്റെ ഉപ്പുകുറ്റികൾ തുടങ്ങുക. ഇങ്ങനെ ഉപ്പുകുറ്റി തുറക്കും. അപ്പോൾ ഡോക്ടർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാകുന്നുണ്ടോ?
ഡോക്ടർ അത് എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന്. അതെ, ശിവരത്നം അതാണ് ഞാൻ അനുഭവിക്കുന്ന വേദന. അത് തന്നെയാണ് എൻ്റെ കുഴപ്പം. അത് തന്നെയാണ് ആരോ നിങ്ങളെ ആ അവസ്ഥയിൽ നിർത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ആ കൈയ്യ് വലിച്ചെടുത്തൂടെ? എന്താ ഇത്രയേ ഉള്ളൂ? ഞാൻ വീണ്ടും ചോദിച്ചു. ശിവരത്നം ഒന്നും പറഞ്ഞില്ല. അയാൾക്ക് പക്ഷേ അത് പറയാനാവില്ല, അയാൾക്ക് കൈയില്ല. അപ്പോൾ ഇല്ലാത്ത കൈ കൊണ്ട് ഇങ്ങനെ പലതരം സംഗതികളും ചെയ്യും. ഡോക്ടർ നിശബ്ദനായി. കുറച്ച് നേരത്തിന് ശേഷം അയാൾ തുറന്നു. ശിവരത്നന്റെ മുമ്പിൽ എനിക്ക് പെട്ടെന്ന് ലജ്ജ തോന്നി. അതാണ് രാമമൂർത്തിയുടെ പരിഹാരം. എന്താണ് ലജ്ജ? എന്തിനെന്ന് പറയാൻ വിഷമം. ഒരു പക്ഷേ എനിക്ക് കൈകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ലജ്ജ തോന്നി. വേദനയിൽ നിന്ന് എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയും എന്നതിൽ ലജ്ജ തോന്നി. എനിക്ക് കുറ്റബോധം തോന്നി. അപ്പം ഒരു അംഗഭംഗം വന്ന ഒരാളുടെ മുമ്പിൽ ഒരു അംഗഭംഗം ഇല്ലാത്തൊരാൾക്ക് തോന്നുന്ന കുറ്റബോധം, ലജ്ജ, അതാണ് ഈ അനന്തിൻ്റെ കൃതികളിലുടനീളം ഇങ്ങനെ സെൻസ് ഓഫ് ഗിൽട്ട് ഉണ്ട്. അത് ആൾക്കൂട്ടത്തിലുണ്ട്, പല ദിക്കിലുണ്ട്. അത് കാണും ചെയ്യാം. ഈ തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഗിൽട്ട്. അങ്ങനെ അപ്പോൾ എന്താണ് പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുക ഡോക്ടർ? കുറെ കഴിഞ്ഞപ്പോൾ രാമമൂർത്തി ചോദിച്ചു, 2 കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒന്ന്, ഈ വേദനയുടെ ഉത്ഭവം അഥവാ കാരണം കണ്ടുപിടിച്ച് അതിനെ ഇല്ലാതാക്കാം. വേദന അറിയിക്കുന്ന അംഗം അല്ല, വേദനയാണ് പ്രശ്നം. അതിൻ്റെ കാരണത്തെയാണ് ചികിത്സിക്കേണ്ടത്, അതിനറിയിക്കുന്ന അംഗത്തെ അല്ല. പിന്നെ മറ്റേ മാർഗം തീർച്ചയായും രോഗിയെ മാനസികമായി ചികിത്സിക്കുകയാണ്. ഈ വേദന ശരിക്കുള്ളതല്ലെന്നും അയാളുടെ ഫാൻറ്റസിയാണെന്നും അയാളെ ധരിപ്പിക്കുക. അവർ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. നദീതീരത്ത് പിന്നെ വീണ്ടും ഒരു ഡിസ്കഷൻ. ഈ കഥയുടെ സ്ട്രക്ചർ കൂടി മനസ്സിലായാൽ നമ്മൾ അതിനെ ഫോളോ ചെയ്യണം. നടക്കാൻ പോകുമ്പോൾ അവർ പറഞ്ഞു, രാമമൂർത്തി പറഞ്ഞു, കഴിഞ്ഞ തവണ കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു ജീവനുള്ള മനുഷ്യനും ജീവനില്ലാത്ത മണ്ണിനും ഇടയ്ക്ക് നിങ്ങൾ പണിയുന്ന പാലമാണ് വെള്ളം എന്ന്. നദിയുടെ ഒഴുകുന്ന ജലത്തിലേക്ക് നോക്കിക്കൊണ്ട് ഡോക്ടർ തുടർന്നു, മനുഷ്യനും ഇടയ്ക്കുള്ള പാലങ്ങളെ പറ്റിയാണ് ഞാൻ അപ്പോൾ ഓർത്തുപോയത്. ഓരോ മനുഷ്യനും ഇവിടെ അവനവൻ്റെ സ്വാർത്ഥതാ പരിധിക്കുള്ളിൽ സ്വന്തം ചലനങ്ങളിൽ മാത്രമായി തളച്ചിടപ്പെടുന്ന ഒരു ചതുരംഗ പലകയിലെ കരുക്കളായി മാറിയിരിക്കും. പിന്നെ അത് ഇങ്ങനെ എന്നിട്ട് വീണ്ടും അടുത്തൊരു മെറ്റഫറിലേക്ക് പോവാണ്. ഡോക്ടർ ചോദിക്കുക, നിങ്ങൾ വെള്ളച്ചാട്ടം നോക്കിയുണ്ടോ? വേറെ ചോദ്യം. വെള്ളത്തിന് ഭ്രാന്തി പിടിച്ച പോലല്ലേ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു. അതിൻ്റെ പതനം കണ്ടാൽ സർവവും നശിച്ച് തരിപ്പണമാക്കുന്നതായി പതനത്തിന് ശേഷം ശാന്തമായി ഒഴുകുകയോ തളം കെട്ടി കിടക്കുകയോ ചെയ്യുന്ന നീർച്ചാലിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ദയ തോന്നും, ആ വെള്ളത്തിനോട് ദയ തോന്നും. പക്ഷേ വെള്ളത്തിൻ്റെ ശക്തി ഒരിക്കലും നശിക്കുന്നില്ല. വെള്ളത്തിന് എന്താ ഉള്ളത്? ലെവല് പാലിക്കാനുള്ള ഒരു ആന്തരമായ ഒരു കഴിവ് മാത്രമേ ഉള്ളൂ. വിധാന വ്യത്യാസം പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമേ വെള്ളം ശക്തിയായിട്ട് മാറുന്നുള്ളൂ. അതാണ് ഞാൻ വെള്ളത്തിനെ ഞാൻ ചലിക്കുന്ന പാലം എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ അത് അകലങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഉയർച്ചയെയും താഴ്ചയെയും ചൂടിനെയും തണുപ്പിനെയും ചേതനത്വത്തെയും അചേതനത്വത്തെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ജലം. ഭിക്കുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാരക്ടർ, ഉത്കടമായ നിരാസം, എല്ലാത്തിനും വേണ്ടാന്ന് വെച്ച് ഒഴിവാക്കൽ, അതാണ് ഞാൻ അയാളിൽ കണ്ടത്. അയാൾ ഒരു ഗ്രാമം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം അതിനുശേഷവും ഭിക്കു രാമമൂർത്തിയുടെ ക്യാമ്പിലെ പതിവ് സന്ദർശകനാവും. അങ്ങനെ എവിടെയും നാട്ടിൻ പുറത്തുകാരായി വിളക്കി ചേർക്കപ്പെടും. ഭിക്കുവിന് ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു.
പക്ഷെ അവരൊക്കെ മരിച്ചുപോയി. ഈ കൊള്ളിവെപ്പിൽ അയാളൊക്കെ മരിച്ചുപോയി. അങ്ങനെയുള്ള ഒരു ദിവസം ക്യാമ്പിൽ എല്ലാവരും ഉണർന്നത് ഒരു പന്നിയുടെ അലർച്ച കേട്ടുണ്ട്. അതാണ് നെക്സ്റ്റ് സീൻ. മുറിവേറ്റ മൃഗത്തെ 3-4 പേർ നിലത്തുകൂടി വലിച്ചഴച്ചു കൊണ്ടുപോകുന്നു. അത് അലറുക. പക്ഷെ ആ വലിച്ചു പോകുമ്പോൾ മറ്റ് മൃഗങ്ങൾ അതിൻ്റെ പിന്നാലെ കുറച്ച് ദൂരം പോകുന്നു. പക്ഷെ മറ്റൊരു മനുഷ്യരും അങ്ങനെ പിന്നാലെ പോകുന്നില്ല. ആ പകപ്പായി ആഴം കൂട്ടിക്കൊണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മാവിന്മേൽ ചാരി കൊഴിഞ്ഞു വീണ പൂക്കുലയുടെ 2 തണ്ട് കടിച്ചുകൊണ്ട് നിന്നിരുന്ന ഭിക്കുവിനെ രാമമൂർത്തി കണ്ടു. ബാബു, ഒരു മനുഷ്യനെയാണ് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയിരുന്നതെന്നാലും നമ്മളെല്ലാം ഇവിടെ ഇതുപോലെ തന്നെ നിസ്സംഗരായി നിൽക്കും, ഇല്ലേ? ആ തണ്ട് താഴോട്ടിട്ട് തലയാട്ടിക്കൊണ്ട് അയാൾ കൂട്ടിച്ചേർത്തു. ഈ പശുക്കളും ആടുകളും പക്ഷികളും ഒതുകളും ഒക്കെ അപ്പോഴും തീർച്ചയായും അയാളുടെ പിന്നാലെ കുറച്ച് ദൂരം പോകും. അപ്പോൾ ആ പക്ഷികൾക്കും മൃഗങ്ങൾക്കും തിര്യക്കുകൾക്കും ഉള്ള സഹജീവി സ്നേഹം അതാണ് സ്വാഭാവികമായിട്ട് പ്രതികരണം. അത് മനുഷ്യൻ്റെ സമുദായത്തിന് അത് പലപ്പോഴും നഷ്ടപ്പെട്ടു. രാമമൂർത്തിയുടെ മറുപടി കാത്തു നിൽക്കാതെ അയാൾ തിരിഞ്ഞു നടന്നുപോയി. അയാൾക്ക് വീണ്ടും അപ്രത്യക്ഷമാവേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോൾ സങ്കല്പിക്കാൻ കഴിയും, ഇപ്പോൾ ശിവരത്തിന് എന്ത് വേദനയാണ് ഉണ്ടാകുന്നത്. അയാൾക്ക് വേദനിക്കാൻ തുടങ്ങി. ഒരിക്കൽ അയാൾക്ക് കൈ കൊള്ളുന്നതായി തോന്നി. വേദന അയാൾ പലതരം വേദനകൾ, ഈ മൃഗങ്ങൾക്ക് ഉണ്ടായിരുന്ന വേദന പോലെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു മനുഷ്യനും ഇല്ലാത്തതായിട്ടുള്ള വേദനകളൊക്കെ ശിവരത്തൻ അനുഭവിക്കാൻ തരും. മറ്റൊരാൾക്കും ഇല്ലാത്തത് അയാൾക്ക് കൈ പൊള്ളുന്നതായി തോന്നി. ആരോ ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പികൾ കൊണ്ട് പൊള്ളിക്കുന്നതായി തോന്നി. പിന്നീടൊരിക്കൽ അയാൾ പറഞ്ഞു, അയാളുടെ മുറിഞ്ഞുപോയ കൈയിൻ്റെ വിരലുകളിൽ നഖത്തിന് താഴെ ആരോ സൂചികൾ കുത്തിക്കയറ്റുന്നു എന്ന്. അയാളുടെ തോന്നലുകൾ ആ ഇല്ലാത്ത കയ്യിൽ ആസ്പത്രി മുറ്റത്ത് തണൽ നോക്കി കസേരയിട്ടിരുന്ന് എന്തോ വായിക്കുകയായിരുന്നു ശിവരത്ത്. എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സാർ. പ്രകടമായ സന്തോഷത്തോടും വേദനയോട് തോന്നിത്തുടങ്ങിയ ഒരു അരുമത്തത്തോടും കൂടി, ആ വേദനയോട് തോന്നുന്ന ഒരു അരുമത്തത്തോടും കൂടി ശിവരത്തൻ പറഞ്ഞു, അതെവിടെയാണ് ജനിക്കുന്നത് എന്ന്, എന്താണ് അതിൻ്റെ സ്വഭാവമാണ് എന്ന് എല്ലാം ഇപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അയാളുടെ മുഖം പെട്ടെന്ന് മങ്ങി. അറിയാം ശിവരത്തൻ, നിങ്ങൾ എന്താണ് പറയാൻ പോലും. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അത് കൂടുതൽ പരിഹാരമില്ലാത്തതായി തോന്നുന്നു. രാമമൂർത്തി അയാളുടെ തോളിൽ കൈവച്ചു. പക്ഷെ അങ്ങനെ ആകണമെന്നില്ല. ഇത് നമ്മുടെ അന്വേഷണത്തിൻ്റെ ഒരു പടിയാകുന്നുള്ളൂ. അടുത്ത പടിയിൽ നാം വേറെ അങ്ങനെ പോവാണ്. അപ്പോൾ ശിവരത്തൻ പിന്നെന്താണ് ചോദിക്കുകയാണ് ഡോക്ടറോട്, ഇല്ലാത്ത ഒരവയവം എങ്ങനെയാണ് പൊള്ളുക? അതൊരു ക്വസ്റ്റ്യൻ. ഇല്ലാത്ത ഒരവയവം എങ്ങനെയാണ് പൊള്ളുക ഡോക്ടർ? തിരിച്ചു നടക്കുമ്പോൾ രാമമൂർത്തി ഡോക്ടറോട് ചോദിച്ചു, ഇല്ലാത്ത ഒരവയവം എങ്ങനെയാണ് മർദ്ദിക്കപ്പെടുക? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഡോക്ടർ തിരിച്ചു ചോദിച്ചു. പൊള്ളലും മർദ്ദനവും നടക്കുന്നുണ്ട്. രാമമൂർത്തി വിവരിക്കാൻ ശ്രമിച്ചു. നമുക്ക് അതറിയാനുള്ള ഉപകരണങ്ങളും അവയവങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നാം അത് അറിയുന്നില്ല. കാരണം നാം നമ്മുടെ അവയവങ്ങളെ അറിയുവാനല്ല, അറിയാതിരിക്കുവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അവ നമ്മുടെ വരുതിയിൽ ആയതുകൊണ്ടാണ്. നമ്മുടെ വരുതിയിലാണ് നമ്മുടെ അംഗങ്ങളെല്ലാം. അപ്പം നമുക്ക് സ്വേച്ഛ പോലെ അതിനെ അറിയാനോ അറിയാതിരിക്കാനോ ഉപയോഗിക്കാൻ പറ്റും. ശിവരത്തിന് അത് വരുതിയിലല്ല, അതുകൊണ്ട് അതിനെ അറിയാനേ ഉപയോഗിക്കാൻ പറ്റും. അവ നമ്മുടെ വരുതിയിലായതുകൊണ്ട് ശിവരത്തിന് അത് കഴിയുന്നില്ല. അയാളുടെ അവയവം അയാളുടെ വരുതിയിലല്ലാത്തതുകൊണ്ട്. അപ്പം അയാളുടെ ഒരു അഭാവം, ഒരു ശേഷിക്കുറവാണ് ഒരു ശേഷിയായിട്ട് ഇവിടെ മാറുന്നത്. ചില സന്ദർഭങ്ങളിൽ നാം ഡോക്ടർ എല്ലാ വേദനകൾക്കും ചില കാരണങ്ങൾ ഉണ്ട് എന്ന ഒരു സാമാന്യ വൈകുന്നേരം
സമയം കണ്ടെടുത്ത് അവർ ഇങ്ങനെ വർത്തമാനം പറയാം. അവിടെ ഇരുത്തി രാമമൂർത്തി നിലത്ത് വലിച്ചു കൊണ്ടുപോകപ്പെട്ട ആ പന്നിയുടെ കഥ ആവർത്തിച്ചു. മൃഗങ്ങളിൽ നിലനിൽക്കുന്നതും മനുഷ്യരിൽ അറ്റുപോയിക്കൊണ്ടിരിക്കുന്നതുമായ പ്രതികരണ ശേഷിയെ പറ്റി. പിന്നെ ആ ചർച്ച അത് പോകും. പിന്നീടെല്ലാം വളരെ വേഗമാണ് സംഭവിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിൽ നിന്ന് ആരെല്ലാമോ അയാളെ അന്വേഷിച്ചു വന്നു. അക്രമം നടക്കുന്നുണ്ടെന്നും അയാളുടെ ജീവൻ അപകടത്തിലാണ് എന്നും അയാൾ പറഞ്ഞു. അയാളുടെ ഗ്രാമത്തിന് തീവെച്ചത് വാസ്തവത്തിൽ അയാളെ കൊല്ലാനായിരുന്നു. വിശ്വനാഥൻ എന്നുള്ള സംഘം പിന്നെയും അവിടെ ഈ സർവേ പാർട്ടി അവിടുന്ന് ഓടിക്കാനായിട്ടുള്ള അക്രമങ്ങൾ നടക്കാൻ പരിക്ക് പറ്റിയവരുമായി രാമമൂർത്തി വീണ്ടും ആസ്പത്രിയിലെത്തി. പതുക്കെ ഞങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേരുമെന്നാണ് തോന്നുന്നത്. ശിവരത്തിന് അവസാനമായി ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് അയാൾ ഡോക്ടറിൽ നിന്ന് കേട്ടു. ഭയാനകമായിരുന്നത്. കുറച്ച് ദിവസങ്ങളായി അയാൾക്ക് സുഖമായിരുന്നു. പിന്നെ പെട്ടെന്നാണ് അതുണ്ടായത്. അയാൾക്ക് കുരിശിലേറ്റപ്പെട്ട പോലെയുള്ള അനുഭവം. കുരിശിലേറ്റപ്പെട്ട അനുഭവം. ഒരു ദിവസം മുഴുവൻ ഒരു കയ്യിലല്ലെങ്കിൽ ഇല്ലാത്ത മറ്റേ കയ്യിൽ അയാൾ പിടിച്ചു തൂങ്ങി. ഇങ്ങനെ കഥ അങ്ങനെ മൂന്നോറും അതിൻ്റെ തീവ്രത കൂടിക്കൂടി വരിക. അതിൽ ശാന്തമായിട്ട് മെഡിക്കൽ സ്റ്റോറിയോ ഒരു ജലസേചന വിഭാഗത്തിൻ്റെ സ്റ്റോറിയോ ഒക്കെ ആയിരുന്നത് ഇങ്ങനെ മനുഷ്യവേദനയുടെ കഥയായിട്ട് ഇങ്ങനെ മാറുക. ഒരു കയ്യിലല്ലെങ്കിൽ ഇല്ലാത്ത മറ്റേതിൽ അയാൾ പിടിച്ചു തൂങ്ങി. ഏറെ നേരം കരഞ്ഞു. പിന്നെ പതുക്കെ തളർന്നു, കിതച്ചു. ബോധരഹിതനായി മരിച്ചതുപോലെ നിശ്ചലനായി. പക്ഷെ അയാൾ മരിച്ചില്ല. രോഗത്തിൻ്റെ ആക്രമണം കഴിഞ്ഞപ്പോൾ അയാൾ എഴുന്നേറ്റു. പീഡനങ്ങളുടെ അതിർത്തി മരണമാണ്. എന്നാൽ മരണം സ്വയം ഒരു അവസാനമാകണമെന്നില്ല. പിന്നെ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ. രാമമൂർത്തി ഇപ്പോൾ ഈ സംഗതിയെ പറ്റിയാണ് പിന്നെ സംസാരം. നമ്മുടേതുപോലെ ദുർഭഗമായൊരു കാലത്ത് ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ നാം മനസ്സിലാക്കേണ്ടത് അതിജീവിക്കാനുള്ള കഴിവിനെയും അതിജീവിക്കാനുള്ള കഴിവുള്ളവരെയും വിജയിക്കുന്നവരുടെ അളവ് നോക്കിയിട്ട്, വിജയ ശതമാനം നോക്കിയിട്ടല്ല ആ സമൂഹം ആരോഗ്യവത്താണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. അതിൽ പരിക്കേറ്റ് അനാരോഗ്യവാന്മാരായി അവശേഷിക്കുന്നവരിലാണ് ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യം നമ്മൾ അളക്കേണ്ടത്. അതിൽ തോറ്റ് കിടക്കുന്നവർ, മുറിഞ്ഞു കിടക്കുന്നവർ, അംഗഭംഗം വന്ന് കിടക്കുന്നവർ, അവരെ വെച്ചിട്ട് വേണം നമ്മൾ ആ സമൂഹത്തിൻ്റെ ആരോഗ്യവും രോഗാവസ്ഥയും വിലയിരുത്തേണ്ടത്. 2 ദിവസത്തിന് ശേഷം ഭിക്കുവിൻ്റെ സ്വന്തം പാറകൾക്കിടയിൽ രാമമൂർത്തിയുടെ സർവേമാർ കണ്ടെത്തി അയാൾ കൊല്ലപ്പെട്ടു. അപ്പോൾ അങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ രാമമൂർത്തിയെ ഇയാളുടെ കൊലയാളിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിടുകയും ചെയ്തു. ലോക്കപ്പിട്ടു. അയാളെ ഇതുപോലെയൊക്കെ നേരത്തെ പറഞ്ഞില്ലേ, കൈകൾ ഉപ്പൂറ്റിയോട് ബന്ധിപ്പിച്ച് നിർത്തി അങ്ങനെ വില്ലുപോലെയാക്കി നിർത്തുന്ന ആ മർദ്ദന മുറകളൊക്കെ ഈ രാമമൂർത്തിയുടെ ശരീരത്തിൽ പോലീസ് ഏൽപ്പിച്ചു. അപ്പോൾ ഈ വേദനയ്ക്ക് എന്താണ് അർത്ഥം? ഈ വേദന ഒരു സ്വയം മറ്റുള്ളവരുടെ വേദനയെ അറിയാനുള്ളൊരു ഉപകരണമാണ്. 2 അത് വരാനുള്ള കാലത്തെ പ്രവചിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രവചിക്കുന്ന മുൻകൂട്ടി കാണുന്ന ഒരറിവുമാണ്. അപ്പോൾ വേദന എന്നുള്ള വാക്കിന് ഇപ്പോൾ ഇവിടെ എന്തൊക്കെ നൈതികമായ അർത്ഥങ്ങൾ എനിക്കതിൽ വരാം. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. വേദന എന്നുള്ള വാക്കിന് അറിയുക എന്നുള്ള അർത്ഥമുണ്ട്, ദുഃഖം അനുഭവിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഇങ്ങനെ 2 അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അറിവ് എന്നുള്ളത് വേദനയ്ക്ക് ഇങ്ങനൊരു അർത്ഥമുണ്ട്. ഇതിൽ തന്നെ പറയുന്നത് ഈ വേദന എന്നുള്ള സംഗതി ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ എന്തുമാത്രം വേദന ഒരു സൂചനയാണ്, ഒരു ലക്ഷണമാണ്. അത് വേറെ എന്തോ വ്യാധി നമ്മളെ ആക്രമിച്ചു
എന്ന് കാണിക്കുന്ന ഒരു ലക്ഷണമാണ് വേദന. അപ്പോൾ കൊടുമുടി എന്ന് ആനന്ദിൻ്റെ ഒരു കഥയിൽ ഇതിന് മുമ്പ് ആ കൊടുമുടി എന്നുള്ള കഥയിൽ അദ്ദേഹം പറയും, നമ്മളുടെ പ്രത്യാശ എന്ന് പറയുന്നത് മനുഷ്യൻ കുരിശിലേറ്റപ്പെടുന്നു എന്നുള്ളതല്ല, കുരിശാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം വേദനിക്കുന്ന മനുഷ്യൻ ഉണ്ട് എന്നുള്ളതാണ് ഒരു സമൂഹത്തിലെ യഥാർത്ഥമായിട്ടുള്ള അതിൻ്റെ പ്രത്യാശ. ഈ വേദന ചോദ്യം ചെയ്യുന്നവരൊക്കെ ക്രൂശിക്കപ്പെടും എന്ന് ആദ്യത്തെ സംസാരിക്കാനുള്ള പ്രശ്നം. അത് ഉടനീളം ഈ വേദനയ്ക്ക് ഇപ്പം മരണ സർട്ടിഫിക്കറ്റിലെ നായകൻ പറയാണ്, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ വേദനയാണ് എന്നെ ഞാനാക്കുന്നത്. അപ്പോൾ ആ ലൈബ്രറിയൻ പറയാ, അത് ശരിയാണ്, നിങ്ങളാക്കുന്ന നിങ്ങളുടേത് മാത്രമായ വേദന. അപ്പം അങ്ങനെ ആ വേദനകളും ഈ കുരിശിൽ കിടക്കുന്ന വേദന മുഴുവൻ ഒരു അവനവൻ്റെ ഉള്ളിലുള്ള അസ്തിത്വ തലത്തിലുള്ള ഒരു ഭാവമാണ്. എനിക്ക് എൻ്റെ വേദനയെ എനിക്ക് ഗാഠമായിട്ട് അറിയാൻ കഴിയുള്ളൂ. ആ ഗാഠത അതിഭയങ്കര അത്ര ഇൻറ്റിമേറ്റ് ആണ്. എനിക്ക് എൻ്റെ വേദനയെ അറിയുള്ളൂ. മരണ സർട്ടിഫിക്കറ്റിലെ നായകൻ ഈ മരണ സർട്ടിഫിക്കറ്റ് തേടി നടക്കുന്ന സമയത്തെല്ലാം ഈ വേദനയാണ് അറിയുന്നത്. പക്ഷേ അതിൽ നിന്ന് മാറി അത് വേദന അപ്പം എന്തൊക്കെയായി? അത് വേദന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പര്യായമായി, വേദന തനിമയുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു പര്യായമായി, വേദന ഐഡന്റിറ്റിയുടെ പര്യായമായി, വേദന എക്സിസ്റ്റൻസിൻ്റെ പര്യായമായി. ഇതൊക്കെ വ്യക്തിപരമായ തലത്തിൽ അസ്തിത്വത്തിൻ്റെ തലത്തിൽ നടക്കുന്ന ഒരു സംഭവം, ആ മണ്ഡലത്തിൽ നടക്കുന്ന ഭാവങ്ങളും സംഭവങ്ങളും. പക്ഷെ ഇവിടെ എന്തായി? ഈ വേദന വേറൊരു ഘട്ടത്തിലേക്ക് പോവാണ്. എന്താണ് അത്? അപരൻ്റെ വേദന. ഇയാൾ അനുഭവിക്കുന്ന ഒന്നും അയാളുടെ വേദനയല്ല, അത് വേറൊരാളുടെ വേദന. അപ്പം വേറൊരാളുടെ വേദന, അപരൻ്റെ വേദന, അതിലേക്ക് വേദന കടക്കണം. അപ്പം ഈ ആനന്ദിൻ്റെ ജീവിതത്തിൽ, മാനസിക ജീവിതത്തിൽ, നോവൽ ജീവിതത്തിൽ, കഥാജീവിതത്തിൽ ഈ വേദനയുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ആ കഥകൾ പ്രവേശിക്കുന്നതിൻ്റെ ഒരു പീഠിക എന്ന് ഈ അംഗഭംഗം എന്നുള്ള കഥയെപ്പറ്റി പറയാം. അത് അവരൻ്റെ വേദനയെ അറിയാനുള്ള എക്സിസ്റ്റൻഷ്യലിസത്തിൽ അതറിനെ അറിയാൻ കാര്യമായ മാർഗങ്ങളില്ല. അതുണ്ട്, അയാളെ നമുക്ക് സ്നേഹിക്കാം, പക്ഷെ അയാളെ അറിയാൻ അതിൽ മാർഗങ്ങളൊന്നും നിർദ്ദേശിച്ചിട്ടില്ല. അതിലുണ്ട്, നിങ്ങളെ എനിക്കെങ്ങനെ അറിയാം? നിങ്ങളുടെ ചില ചേഷ്ടകളിലൂടെ. അപ്പോൾ ചേഷ്ടകളിലൂടെ അറിയുമ്പോൾ നിങ്ങളുടെ വസ്തു മാത്രം. അപ്പോൾ വസ്തുവായിട്ടില്ലാതെ സബ്ജക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ രീതിയോ പരിമിതിയോ അപരനുമായിട്ട് നമുക്ക് നമ്മളെ അറിയുന്നത് പോലെ ഒരറിവില്ല. അപ്പോൾ അതിനെ ഭേദിക്കുന്ന അതിൻ്റെ ഒരു പാലമായിട്ട്, മറ്റുള്ളവരേക്കുള്ളൊരു പാലമായിട്ട് വരുന്നതാണ് ഈ ജലവും അതുപോലെ ഈ പറയുന്ന ഉപമകളൊക്കെ. അപ്പോൾ അത് ഫിലോസഫിക്കലായിട്ട് തന്നെ ആനന്ദ് അതിനെ മറികടന്നുകൊണ്ട് ഇങ്ങനെ അപരൻ്റെ വേദനയിലേക്ക് പ്രവേശിക്കുക. അപരൻ്റെ വേദനയിലേക്ക് പ്രവേശിച്ചാലേ അത് ചെയ്തത് നീതിയാണോ, അത് അനീതിയാണോ, അത് താത്വികമായിട്ട് തന്നെ ശരിയാണോ, ശരി തെറ്റുകളുടെ മണ്ഡലമുണ്ട്, നീതിയുടെയും നീതികേടിൻ്റെയും മണ്ഡലമുണ്ട്. അങ്ങനെ നീതി എന്നുള്ള വാക്കിൻ്റെ ഇതിൽ ചെയ്യുന്ന സാമൂഹ്യമായ പ്രവൃത്തികളൊക്കെ വ്യക്തിപരമായുള്ള ഒരു ഇതെന്നുള്ളതല്ല. ഈ വേദന എന്ന് പറയുന്നത് വ്യക്തിപരമായ എക്സിസ്റ്റൻഷ്യൽ തലത്തിൽ നീതിയായിട്ട് ബന്ധമില്ലേ? അതെന്താ നീതിയായിട്ട് ബന്ധമുണ്ടാവുന്നത്? വേറൊരാൾക്ക് കൂടി വേദന അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കും. അതിൽ ഇപ്പോൾ ഭിക്കുവിൻ്റെ കൊല, മറ്റേ രാമമൂർത്തിയുടെ ഏൽക്കേണ്ടി വന്ന മർദ്ദനം, ഇതൊക്കെ ഈ ശിവരത്തിന് അറിയാം. അയാൾക്ക് ആ അറിവിലൂടെ ഇത് അനീതി, നീതികേട്, വേറെ ദിക്കിൽ അക്രമം നടക്കുന്നു, വേറെ ദിക്കിൽ മറ്റേ മർദ്ദനം നടക്കുന്നു, കൊള്ളിവെപ്പ് നടക്കുന്നു, ഇതൊക്കെ അറിയുന്നുണ്ട്. അപ്പം അപ്പോഴേ ആ വേദനയെ സ്വാംശീകരിക്കുമ്പോഴാണ് നീതിയുടെ ബീജമായിട്ടുള്ള ഒരു സാരത്തെ നമ്മൾ സ്വാംശീകരിക്കുന്നത്. ഇതാണ് ആനന്ദിന് പറഞ്ഞ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നീതിയിലേക്കുള്ള പരിണാമം എന്ന് നമുക്ക് പറയാവുന്ന ഒരു വഴിത്തിരിവ് ഈ കഥയിൽ അങ്ങനെയാണ് രൂപപ്പെടുന്നത്. പിന്നെ വേദനയുടെ അപ്പം എന്തൊക്കെ വേദനയുടെ ഒരു എന്താ പറയണ്ടത്, ഒരു അസ്തിത്വ ശാസ്ത്രം,
അത് കഴിഞ്ഞിട്ടോ വേദനയുടെ ഒരു നീതിശാസ്ത്രം വരുന്നത്. ഇനി ഇതും കൂടി ഇത് വളരെ നീണ്ട ഒരു 3 കഥകളുണ്ട്. കാട്ടുതീ എന്നൊരു കഥയുണ്ട്, കീടകോശം എന്നൊരു കഥയുണ്ട്. ഈ ട്രിലോജി, ഈ 3 കഥകളുടെ ത്രയം അത് ഈ പറഞ്ഞ പോലെ നീതിയായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അതിൽ കാട്ടുതീ എന്നുള്ളത് ഈ നീതിയുടെ വേദനകളുടെ കൈമാറ്റം. അപ്പോൾ ഒരു കാട്ടിലെ തീ, അതാണ് ആ ദൃശ്യം. ആ ദൃശ്യത്തിൽ മറ്റേ ഈ രാമചന്ദ്രനെ അനുസ്മരിപ്പിക്കുന്ന ഒരു നക്സലൈറ്റ് ഒരു രാത്രി വീട്ടിൽ വരികയാണ് അഭയം തേടിയിട്ട്, ഒരു വിപ്ലവകാരി. അപ്പോൾ അയാളുമായിട്ടുള്ള സംസാരം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ് ആ കാട്ടുതീ കണ്ടിട്ട്, ഇത് കണ്ടില്ലേ മരം, ഒരു വെള്ളത്തിൻ്റെ പാലത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു, അതുപോലെ എന്തുകൊണ്ട് തീയും ഒരു പാലമായിട്ട് മാറിക്കൂടാ? അപ്പോൾ തീയിൻ്റെ പാലമാണ് കാട്ടുതീ. അത് ഒരു മറ്റേ മരത്തിൽ ഉരഞ്ഞ് ആ തീപ്പൊരി ഉണ്ടാവും. ആ തീ അങ്ങനെ കാടിൽ മുഴുവൻ പടരുന്നു. ഇതാണ് ഈ എത്തിക്സിൻ്റെ ഒരു സംഗതി. നിങ്ങൾ മാത്രമല്ല, ഒരു ആന അതിൻ്റെ വേദന തുമ്പിക്കൈ കൊണ്ട് മറ്റേ ആനയുടെ തുമ്പി പിടിച്ചുകൊണ്ട് പറയുന്നു. ഒരില അതിൻ്റെ രോഗത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ മറ്റൊരു ഇലയുമായി നടത്തുന്നു. അപ്പോൾ ഇത് നോക്കൂ, ഇത് ഒരു വലിയ സൂക്ഷ്മമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനിലൂടെ ഒരാളുടെ മനുഷ്യൻ്റെ ഉള്ളിൽ മാത്രമായി അയാളുടെ സ്വത്ത് പോലെ സൂക്ഷിച്ച ഒരു വേദനയെ അങ്ങനെ പടർത്തി അത് വലിയൊരു സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോകണം. അങ്ങനെ വേദനയുടെ വ്യാപനം അഥവാ അതിൻ്റെ വിനിമയം അത് ഇങ്ങനെ പടരുന്നതിനെ പറ്റിയാണ് ഈ കാട്ടുതീയും കീടകോശമൊക്കെ ആ കഥകളിൽ വരുന്നത്. അപ്പോൾ അംഗഭംഗം, കാട്ടുതീ, കീടകോശം, ഈ 3 കഥകൾ എടുത്തു കഴിഞ്ഞാൽ ഈ എക്സിസ്റ്റൻഷ്യലായിരുന്ന ഈ വേദന അത് അയാളുടെ വ്യക്തിത്വത്തെ നിർമ്മിക്കുകയും ഡിഫൈൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വേദന ആണെങ്കിൽ, ഈ 3 കഥകളിൽ എത്തുമ്പോൾ അത് സാമൂഹ്യമായ ഒരു തലത്തിലേക്ക് മാറി, നീതിയുടെ മണ്ഡലത്തിലേക്ക് മാറി, നീതിയും നീതികേടുമായിട്ട് വേർതിരിഞ്ഞ് ഒരു സാമൂഹ്യ സത്തയെ ഫിലോസഫിക്കലായിട്ട് അഭിമുഖീകരിക്കുക എന്ന് പറയും. അതാണ് ആനന്ദിൻ്റെ കഥയിലും സാഹിത്യ ലോകത്തിലും ഉണ്ടാകുന്ന ഒരു വലിയ പരിണാമം. അത് കഴിഞ്ഞ് പിന്നെ വരും എന്താണ് വരിക? അധികാരം, വേദന. അത് ഇപ്പോൾ നീതി എന്നുള്ള പ്രത്യക്ഷമായിട്ട് വരുന്ന അനവധി കഥകളുണ്ട്. ഒന്ന് ഏറ്റവും ലളിതമായ കഥ ഹരജി എന്നൊരു കഥ. ഹരജി എന്നുള്ള കഥയിൽ ഒരു കോടതി, അപ്പം ആനന്ദ് പറയാറുണ്ട്, ഞാൻ ഈ എൻജിനീയർ എന്നുള്ള നിലയ്ക്ക് ഈ ധാരാളം കേസുകളുണ്ടാവും. അപ്പോൾ കേസുകൾ ഉണ്ടാകുമ്പോൾ പല കോടതികളിലും വാദിക്കാൻ വേണ്ടി പോകും ഗവൺമെൻറ്റിൻ്റെ ആളായിട്ട്. അപ്പോൾ ഈ കോടതി പറമ്പ് എന്ന് പറയുന്നത് പഴയ കെട്ടിടങ്ങൾ മാത്രമല്ല, പഴയ ആളുകൾ മാത്രമല്ല, പഴയ കറുത്ത കൂട്ടുകളും പഴയ നിയമപുസ്തകങ്ങളും മാത്രമല്ല, ആ മറ്റേ കോമ്പൗണ്ട് പലതരം വ്യാപാരങ്ങളും നടക്കുന്നതാണ്. അതിൽ ചെവി മരുന്ന് വിൽക്കുന്നവരുണ്ട്, എലിവിഷം വിൽക്കുന്നവരുണ്ട്, ഇങ്ങനെ നാനാതരം വ്യാപാരികളും ഒക്കെയുള്ളൊരു മേളയുടെ ഗ്രൗണ്ടാണ് കോടതി വളപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എങ്ങനെ നീതി നടപ്പാക്കുക? അപ്പോൾ ഈ വക്കീൽ കുമസ്തൻ ഈ ഹർജിക്കാരനോട് ഒന്ന് പറയും, മറ്റേ നിങ്ങൾ ഇത്ര കാശ് വേണം. അപ്പോൾ ഒരു നോട്ട് കെട്ട് അങ്ങോട്ടും കൈമാറും, ഒരു പച്ചക്കടലാസ് ഇങ്ങോട്ടും കൈമാറും. തീർന്നു നീതിയുടെ വ്യാപാരം. പിന്നെ ഇന്ന് നീതി നടപ്പാക്കുന്നതിൽ വേറൊരു കാഴ്ച അയാൾ കാണുന്നുണ്ട്. ജഡ്ജി ഇങ്ങനെ തിരിഞ്ഞ് നോക്കും, ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ട് നൽകും. അപ്പോൾ പ്രതിഭാഗം ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ വാദിഭാഗം ഇങ്ങനെ തല ഇങ്ങോട്ട് തിരിക്കുകയാണ്. അപ്പം കഥാകൃത്ത് ചോദിക്കുന്നു, ഏത് ഭാഗത്തെ വാദത്തിനാണ് കൂടുതൽ കാണുന്നത്? തുലാസിൻ്റെ ഏത് തട്ടാണ് കൂടുതൽ താഴ്ന്നിട്ടുള്ളത്? അങ്ങനെ നീതി എവിടെ കിട്ടുക? അപ്പം നീതി കിട്ടുക ഏറ്റവും ഈ പണ്ട് ലേലത്തിൽ പിടിക്കുന്നത് പോലെയാണ്. നമുക്ക് ഏറ്റവും താഴ്ന്ന ഭാഗത്തേക്ക് ആവും നീതി. അപ്പം ഇതാണ് നീതി. ഇങ്ങനെ നീതി വളരെ അയുക്തികമായിട്ടും അബ്സൈഡായിട്ടും തീരുന്ന ഒരുപാട് ഘട്ടങ്ങൾ പിന്നീട് വരുന്ന കഥകളിലുണ്ട്. അങ്ങനെ ഒന്നാണ് ഈ ഗോവർദ്ധൻ്റെ യാത്ര. ഗോവർദ്ധൻ്റെ വിധി അതാണ്. ഗോവർദ്ധൻ്റെ കഥയെ പറ്റി പറഞ്ഞു. അങ്ങനെ നീതിയുടെ ഈ കഥയെ
പറ്റി 3-4 കഥകൾ തന്നെയുണ്ട്. ഗോവർദ്ധനുണ്ട്, പിന്നെ ഹരജി എന്നുള്ള കഥയുണ്ട്. ഇതൊക്കെ നീതി എന്നുള്ള പ്രശ്നം, അത് നമ്മളെല്ലാവരുടെയും പ്രശ്നം. നീതി എന്ന് പറയാൻ എന്താ അതിൻ്റെ അർത്ഥം? ആ വാക്കിന് അർത്ഥം എന്താ? നയിക്കപ്പെടുന്നത് എന്തോ അതാണ് നീതി. എന്ന് വെച്ചാൽ ഏതൊരു മൂല്യമാണോ, ഏത് മൂല്യത്തിനെ പിടിച്ച് ആസ്പദിച്ചാണോ നമ്മൾ നീങ്ങുന്നത്, നമ്മുടെ സമൂഹം നീങ്ങുന്നത്, ആ മൂല്യമാണ് നീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നീതിയുടെ വേറെ വിശേഷം, അത് ഉള്ളപ്പോൾ നമ്മളതിനെ കാണില്ല, അതില്ലാത്തപ്പോഴേ നമ്മളതിനെ കണ്ടു കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇല്ലാത്ത ഭാഗത്ത് മാത്രം നോക്കിയാലേ നീതി കിട്ടുള്ളൂ. നീതി ഇല്ലായ്മയിലാണ് നമ്മൾ നീതിയെ കണ്ടെത്തുക. നീതി ഉള്ളപ്പോൾ ആരും നീതിയെ കാണില്ല. അതില്ലാത്തിടത്ത് മാത്രമേ നമുക്കതിനെ കണ്ടെത്താൻ പറ്റൂ. അപ്പോൾ നീതി ഇല്ലായ്മയുടെ അനേകം സന്ദർഭങ്ങൾ ഈ ഗോവർദ്ധൻ്റെ യാത്രയിലും മരുഭൂമിയുടെ ഉണ്ടാകുന്നതിലും ഒക്കെ വിവരിക്കുന്നുണ്ട്. അതിലിപ്പോൾ മരുഭൂമിയുടെ ഉദാഹരണം ഇവിടെ പറഞ്ഞില്ല. അതിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ളത് എന്താ വെച്ചാൽ അതിൽ ബേസിക്കായിട്ടുള്ള അനീതിയാണ്. സുലൈമാൻ എന്ന് പറഞ്ഞ ഒരാൾ മറ്റേ പശുപതി സിംഗിൻ്റെ പ്രോക്സി ആയിട്ട് ജയിലിൽ കിടക്കുക. അതുകൊണ്ട് ഇറങ്ങുന്ന അനീതി. അങ്ങനെ ഓരോരോ അനീതികൾ ഇങ്ങനെ പരമ്പരയായിട്ട് വരുമ്പോൾ ഈ ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു ടെന്നീസ് ബോളിനെ അടിച്ചു കഴിഞ്ഞാൽ ബാൾ ഇങ്ങനെ തെറിക്കുന്നത് പോലെ ഈ കുന്തൻ എന്നുള്ള ലേബർ ഓഫീസർ ഒരു അനീതിയുടെ ഒരു ഗ്രൗണ്ടിൽ നിന്ന് അടുത്ത ഗ്രൗണ്ടിലേക്ക് അടിച്ചകറ്റി പോണ പന്ത് പോലെ അങ്ങനെ തെറിച്ച് പോവുക. അങ്ങനെ തെറിച്ച് അയാൾ ഒരു പാൽബൂത്തിന് മുമ്പ് എത്തി. ഇനി അടുത്ത അടി അയാളെ എവിടേക്കാണ് തെറിപ്പിക്കുക നമുക്കറിയില്ല. ഇങ്ങനെയുള്ള ഈ തെറിച്ച് അനീതിയുടെ ഓരോ ഗ്രൗണ്ടിൽ നിന്ന് അടുത്ത ഗ്രൗണ്ടിലേക്ക് തെറിച്ച് വീഴുകയാണ് അയാൾ ചെയ്യണം. ഇതൊക്കെ ചെന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട്? ഇതിനെ തെറിപ്പിക്കുന്നതും ഈ അദൃശ്യമായിട്ടൊരു സംഗതി അധികാരം എന്നൊരു സംഗതിയാണ്. അപ്പോൾ മരുഭൂമിയിൽ അവിടെ എത്തുമ്പോഴാണ് ഈ അധികാരം എന്നുള്ള വളരെ മൂർത്തവും എന്നാൽ വളരെ അദൃശ്യവുമായിട്ടുള്ള ഒരു സംഗതിയുടെ മുമ്പിൽ ആദ്യമായിട്ട് അദ്ദേഹം അധികാരത്തിനെ പറ്റിയിട്ട് പറയുന്നത് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്നുള്ള നോവലിലാണ്. അവിടെ അത് രംഭാഗഡ് എന്നുള്ള കോട്ടയാണ്. ആ കോട്ട ഈ ജയ്സാൽമീറിലെ കോട്ടയാണ്, അതുപോലെ ഉദയ്പൂരിലെ കോട്ടയാണ്, ജോധ്പൂരിലെ കോട്ടയാണ്. ആ കോട്ടകൾ മുഴുവൻ ചിത്രങ്ങൾ ഒന്നിനു മേൽ മറ്റൊന്നായി സൂപ്പർ ഇമ്പോസ് ചെയ്തുകൊണ്ട് എല്ലാത്തിൻ്റെയും ഒരു ചിത്രമാണ്. ഞാൻ ആ ജയ്സാൽമീറിലെ കോട്ടയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വളരെ വിജനാണ്. അതിൽ പറയുന്ന ആ ജൗഹാർ കൊണ്ടൊക്കെ നമ്മളെ അമ്പരപ്പിക്കും. അതായത് മറ്റേ വലിയ കോട്ട, അതിൻ്റെ നടുവിൽ കിണറാണ്. അതിപ്പോൾ മൂടിയിട്ടുണ്ട്. പക്ഷെ ആ കിണറിലേക്കാണ് ഈ കോട്ടയുടെ ചുറ്റുമുള്ള വാതിൽ നിന്നൊക്കെ ജനലുകൾ തുറക്കുക. ജനലെന്ന് പറഞ്ഞാൽ ഒരാൾക്കതിൽ ചാടാം. അപ്പോൾ അവിടെ രജപുത്രന്മാരാണ് കെട്ടിയത്. അവ ഈ ശത്രു സൈന്യം നമ്മളെ വളഞ്ഞു, നമ്മൾ തോൽക്കുകയാണെന്ന് തീരുമാനമായി അറിയിപ്പ് വരും. അപ്പോൾ അവിടെ ജൗഹാർ കുണ്ടത്തിൽ അഗ്നി കൊളുത്തുകയാണ്. ആ ചിതാഗ്നി ഇങ്ങനെ വളരെ കൊളുത്തുക. അപ്പോൾ അത് കഴിയുമ്പോഴേക്ക് എല്ലാ സ്ത്രീകളും 300ഓളം റാണിമാരുണ്ടാവും. അവർ ഓരോരുത്തരായിട്ട് എടുത്തു ചാടും. അപ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ ആ കിടില ഈ കഥയിൽ അതൊക്കെ വരുന്നുണ്ട്. ആലം ഖാനും മറ്റേ രാജാവും തമ്മിലുള്ള ചതുരംഗക്കളി ഒക്കെ വരുന്നുണ്ട്. എപ്സയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അതിലേക്ക് ഈ റാണിമാരൊക്കെ വീണ് മരിക്കും. ആ കഥകളൊക്കെ അതിൽ തുന്നിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് ഒരു രൂപകത്തിൻ്റെ നൂലുകൊണ്ട്. ഈ അധികാരം എന്താണ് എന്നുള്ളത് മരുഭൂമിയിൽ ഉണ്ടാകുന്നതിലാണ് ഏറ്റവും വ്യക്തമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ വേദന ഒരു വശത്ത്, നീതി രണ്ടാമതൊരു വശത്ത്, അധികാരം മൂന്നാമതൊരു വശത്ത്. ഈ 3 സംഗതികളുകൊണ്ട് കൂട്ടിത്തുല്ലിയതാണ് ഈ ആനന്ദിൻ്റെ ഒരു മൊത്തം കഥാജീവിതം എടുത്തു കഴിഞ്ഞാൽ ആ ലോകം എന്ന് പറയും. ഇനി വേറൊരു സാധനം കൂടി അതിൽ തുന്നൽ വിടാതെ ഇല്ലെങ്കിൽ തുന്നലിന് ചേർക്കാനായിട്ടുണ്ട്. അത് കബാഡ എന്നൊരു കഥയാണ്. കബാഡി. ഈ കബാഡ എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ വിസർജ്യം എന്നാണ് അർത്ഥം. വിസർജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം ആക്രി എന്ന് പറയുന്നത്. അത് വീട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട മറ്റേ കാര്യങ്ങളൊക്കെയാണ് കബാഡ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ അയാളുടെ വീട്ടിൽ കബാഡ ശേഖരിക്കാൻ വരും. അപ്പോൾ എന്തെല്ലാം ആക്രി സാധനങ്ങളുണ്ടോ അതൊക്കെ എടുത്തുകൊള്ളൂ. അങ്ങനെ ഒരു നൂർ മുഹമ്മദ് എന്നാണ് അയാളുടെ പേര്. അയാൾ താമസിക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഒരു വർഗീയത ഉണ്ടാവും.
ആ ശ്മശാനം വീതി കൂട്ടുന്നതിനെ പറ്റിയിട്ടാണ് ലഹള. അതിൽ ഇയാൾ മരിച്ചുപോയി, ഈ നൂർ മുഹമ്മദ് എന്ന ആൾ. അപ്പോൾ ആ നൂർ മുഹമ്മദിനൊരു ചരിത്രമുണ്ട്. അയാൾ 1971 ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി പാർത്തു. ബീഹാറിലേക്കാണ് ആദ്യം ഈ ബാഡ്മിൻ്റൺ പന്ത് പോലെ അയാൾ അടി ആദ്യം വന്ന് അയാൾ ബീഹാറിൽ ചെന്ന് വീഴും. എവിടെ എങ്ങനെയാണ് മനുഷ്യൻ വിസർജിക്കുന്നു അല്ലെങ്കിൽ എടുത്തെറിയപ്പെടുന്നു. ബീഹാറിൽ നിന്ന് അയാൾ ഡൽഹിയിൽ വന്നു ആ മറ്റേ നിസാമുദ്ദീൻ്റെ അരികിലൊരു കോളനിയിൽ താമസാക്കി. ഇതല്ലാതെ വേറെ വഴിയില്ല. എന്നിട്ട് ഈ കബാഡ് ശേഖരിച്ചു, അത് വിറ്റു. അങ്ങനെയാണ് അയാൾ ജീവിതം. അപ്പോൾ ഒരു ദിവസം ഈ ആഖ്യാതാവ് ഒരു കൗതുകത്തിന് അയാളുടെ താവളത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അവന് ഏറ്റവും പ്രസന്നവും ഏറ്റവും ദുഃഖഭരിതവുമായിട്ടുള്ള കാര്യം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അയാൾ വളരെ സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞു. ഈ ആഖ്യാതാവ് അയാളോട് മറ്റു കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ ഒരു മറ്റേ എന്താ പറയുക, ഇത് ഉച്ഛിഷ്ടങ്ങളാണ്. അവരേ ഒരു ഉച്ഛിഷ്ടം, എല്ലാവരും ഉച്ഛിഷ്ടം, അവിടുത്തെ സാധനങ്ങൾ ഉച്ഛിഷ്ടം, അവിടുത്തെ ആളുകൾ പുറമ്പോക്ക്, അരിയിൽ നിന്ന് അപ്പുറത്തേക്കുള്ളവർ, അങ്ങനത്തെ ഒരു സമൂഹമാണ്. അപ്പോൾ അവരൊക്കെ വർത്തമാനം പറയുന്നത് സാധാരണ കാര്യങ്ങളെ പറ്റിയാണ്. അവർക്ക് യുദ്ധം ചെയ്യാൻ നമ്മൾ എല്ലാവരും വിലപ്പെട്ടതെന്ന് കരുതുന്ന ഒരു ഐഡൻറ്റിറ്റികളുമില്ല. ഭാഷ, വംശം, മതം, ഈ ഐഡൻറ്റിറ്റികളൊന്നും അവർക്ക് അറിഞ്ഞേകൂടാ. അങ്ങനത്തെ കലർന്നുള്ള ഐഡൻറ്റിറ്റികളൊന്നും ഇല്ലാത്ത ആ ദേശത്താണ് ഇവർ താമസിക്കുന്നത്. വല്ലാത്ത ദേശമാണ്. ആ ദേശത്ത് താമസിക്കുന്ന ഒരാളാണ് ഈ നൂർ മുഹമ്മദ്. അയാളാണ് കലാപത്തിൽ മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ആ കഥയുടെ വേറൊരു ഗംഭീരത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള അത്രയും സ്ഥല വിസ്തൃതി, അത് മാത്രമല്ല ചരിത്രത്തിൻ്റെ ആഴം, ഇത് രണ്ടും അതിലുണ്ട്. ഇപ്പോൾ നിസാമുദ്ദീൻ എന്ന് പറയുന്നത് എത്രയോ കാലം മുമ്പ് ഉള്ള ഒരു ചക്രവർത്തിയുടെ കുടീരമാണ്. അപ്പോൾ അതിൽ സൂഫി വിജ്ഞാനം വരും. എന്താണ് നമ്മുടെ അസലിയത്ത്? സത്യം, കുറച്ച് മലവും മൂത്രമല്ലേ നമ്മുടെ അസലിയത്ത്. അങ്ങനെ സൂഫി വിജ്ഞാനം അതിൽ വരും. അതുപോലെ ബംഗ്ലാദേശ് മുതൽക്ക് ഡൽഹി വരെയുള്ള ദൂരം അതിൽ വരും. അതുപോലെ പല സമൂഹങ്ങളുടെയും ഇടകലർത്തൽ വരും. ഇങ്ങനെ ഇത്ര ആഴത്തിലും ഇത്ര വീതിയിലും ഇത്ര നീളത്തിലും പരന്നു കിടക്കുന്ന ഒരു കഥാവസ്തുവാണ് ഈ കബാഡ എന്നുള്ള ചെറുകഥയിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അങ്ങനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആ കഥാവസ്തുവിൽ, ഈ കബാഡയിൽ അയാൾ വിജ്ഞാനങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യൻ വിജ്ഞാനമുണ്ട്, ഈ മറ്റേ സൂഫി വിജ്ഞാനമുണ്ട്. അതിൽ ഏറ്റവും പുറമെയായിട്ട് നമ്മളിപ്പോൾ ഈ വിസർജ്യങ്ങൾ, മാലിന്യങ്ങൾ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സമകാലികമായ ലോകമുണ്ട്, അതുണ്ട്. നമ്മൾ ഏറ്റവും അധികം വിസർജ്യം നമ്മൾ തന്നെ ഉണ്ടാക്കട്ടെ. നമ്മൾ തന്നെ നമ്മുടെ ശവമായിട്ട് മാറുമ്പോഴാണ് ഏറ്റവും വലിയ സംസ്കരിക്കേണ്ട സ്ഥലം. അങ്ങനെ ശ്മശാന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഈ കവാട എന്നുള്ള വാക്കിൻ്റെ, വിസർജ്യം എന്നുള്ള വാക്കിൻ്റെ രൂപക അർത്ഥങ്ങൾ എത്രമാത്രം ആഴത്തിലും എത്രമാത്രം വീതിയിലും എത്രമാത്രം ചരിത്രപരതയോടുകൂടിയും എത്രമാത്രം കാലപ്പഴക്കത്തോടു കൂടിയാണ് ആനന്ദ് ഒരു കഥയിൽ വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആ കഥ എഴുതിയ ആളുടെ വിഭവശേഷി എന്നത്. ഇത്ര വിഭവശേഷി ഈ മട്ടിൽ 1000 നാഴിക നീളത്തിലും 1000 വർഷം വിലങ്ങനെയും ഉള്ള മട്ടിൽ ഒരു കഥാവസ്തുവിനെ സങ്കല്പിച്ച് വലിയ രൂപകമാക്കിയിട്ട് നിർമ്മിക്കാനുള്ള വിഭവശേഷി മലയാളത്തിൽ വളരെ കുറച്ച് എഴുത്തുകാർക്കേ ഉള്ളൂ എന്നതാണ് ആനന്ദിനെ ഇവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനാക്കി നിർത്തുന്നത്. അതിൽ ചരിത്രം വരും, സംസ്കാരം വരും, ഫിലോസഫി വരും. ഇതൊന്നും അന്യമല്ല. ഇതൊക്കെ നമ്മുടെ ഭാഷയിൽ ഇതൊക്കെ അന്യമാണ്, ഇതൊക്കെ എടുത്തു പെരുമാറാൻ പറ്റാത്തതാണ് എന്നുള്ള മട്ടിൽ വലിയ വിഭജനങ്ങൾ ഉണ്ടായിരിക്കുന്ന കാലത്താണ്. ഇതങ്ങനെയല്ല. ഇതെല്ലാം കഥയിലേക്ക് ആവാഹിച്ച് ഇതിനെ വിളക്കി ചേർത്ത് അങ്ങനെ വലുതായിട്ട് രൂപക ശില്പമാക്കി മാറ്റാം എന്നുള്ളതാണ് ആനന്ദിൻ്റെ കഥകളുടെ തന്നെ തുടർച്ചയായിട്ടുള്ള നോവലുകളുടെയും നാടകങ്ങളുടെയും എസ്സേകളുടെയും ഒക്കെ വലിയൊരു പ്രത്യേകത. അത് വലിയ പ്രത്യേകതയാണ്. കാരണം അതിൻ്റെ വലുപ്പം. ഇപ്പം ആനന്ദ് വലിയ ആളുകൾ പറയും ആശയങ്ങൾ കൊണ്ടാണ് ആനന്ദ്
എഴുതുന്നു, ഒട്ടും അല്ല എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. ആശയങ്ങളല്ല. അപ്പോൾ ഈ മറ്റേ എന്താ പറയുക, മ്യൂസിൽ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് എഴുത്തുകാരനെ പറ്റി പറയും. അയാളുടെ ആശയങ്ങൾ ഒരിക്കലും ഒരു ഫിലോസഫി ജേണലിൽ ജീവിക്കാൻ പറ്റില്ല. അത് ഫിക്ഷനിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. അപ്പോൾ ഫിക്ഷൻ്റെ ജലത്തിൽ മാത്രം, വെള്ളത്തിൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന ആശയങ്ങൾ, ജീവികളാണ്, അല്ലെങ്കിൽ സ്വത്വങ്ങളാണ് ഇത്. അത് ഫിക്ഷന് പുറത്ത് അവർക്ക് സ്വതന്ത്രമായ ഒരു സാന്നിധ്യമായ ആശയങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. മാത്രമല്ല, ഈ എഴുത്തെന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ ഒരു നൂർ മുഹമ്മദിനെ പറ്റി പറഞ്ഞത്, അയാൾ എല്ലാ പരിഷ്കാരങ്ങളുടെയും പുറത്താണ് നിൽക്കുന്നത്. ഈ എഴുത്തുകാരൻ അങ്ങനെ, ഇല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡർ, അങ്ങനെ ആ ബുദ്ധിജീവി, അങ്ങനെ പുറം പ്രദേശ അദൃശ്യൻ ആവണം എന്നാണ് എഡ്വേർഡ് സെയ്ദ് പറയുന്നത്. അയാൾ വീട്ടിലായിരിക്കുമ്പോഴും വീട്ടിന് പുറത്താവും. അങ്ങനെ എഴുത്തുകാരൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അറ്റ് ഹോം ആയിരിക്കുന്ന അവസ്ഥയിലല്ല, പുറത്തായിരിക്കുന്ന അവസ്ഥയിലാണ്, എക്സൈലായിരിക്കുന്ന അവസ്ഥയിൽ. അങ്ങനെ ആവുമ്പോഴേ അയാൾക്ക് എല്ലാത്തിനെയും പുതിയതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ക്യൂവിൽ നിൽക്കുന്ന ആൾക്ക് തൻ്റെ മുമ്പിലുള്ള പിന്നിലുള്ള ഒരു വരി, ഒരു പാരമ്പര്യത്തിൻ്റെ വഴി, ഒരു വരി അങ്ങനെ കാണാൻ പറ്റും. പക്ഷേ ക്യൂവിന് പുറത്തുള്ള ആൾക്കോ അയാൾക്കൊന്നും എല്ലാം പുതുതായിട്ട് കാണാം. വശങ്ങളിൽ നിന്ന് കയറി വരുന്നവനാണ് ആവണം എഴുത്തുകാരൻ എന്നുള്ള ഒരു ആനന്ദ് പറയും. അപ്പോൾ വശങ്ങളിൽ നിന്ന് കയറി വരുന്നവന് ഒരു പാരമ്പര്യം ചുമക്കേണ്ടതില്ല. മലയാളത്തിൽ ഒരു കഥന പാരമ്പര്യത്തിൻ്റെയും തുടർച്ചയല്ല ആനന്ദ്. ആ പാരമ്പര്യം എന്ന് അദ്ദേഹത്തിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ ഒരു എഴുത്തിൻ്റെ ഒരു നീണ്ട വലിയ ക്യൂവിൽ നിന്നല്ല അദ്ദേഹം വരും. ആ ക്യൂവിൽ ചേർന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ എന്താണ് സെയ്ദിൻ്റെ വരി കൂടി ഞാൻ പറയും. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മൊറാലിറ്റി. അത് മൊറാലിറ്റിയുടെ കൂടി കാര്യമാണ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മൊറാലിറ്റി നോട്ട് ടു ബി അറ്റ് ഹോം. അറ്റ് ഹോം ആവാതിരിക്കുക. എവിടെ? ഇൻ യുവർ ഓൺ ഹോം. നിങ്ങളുടെ വീട്ടിലായിരിക്കുമ്പോഴും നിങ്ങൾ അറ്റ് ഹോം ആവാതിരിക്കുകയാണ് മനുഷ്യൻ്റെ ധാർമ്മികതയുടെ അടിസ്ഥാനം. അത് എന്തൊരു വിപ്ലവകരമായ സെൻറ്റൻസാണ്. ഞാൻ കിടുങ്ങിപ്പോയി. നിങ്ങൾ ഒരു സമൂഹത്തിലായിരിക്കുമ്പോഴും അതിൻ്റെ പാർട്ടാവാതെ അതിൻ്റെ പുറം പ്രദേശത്ത് നിന്നുകൊണ്ട് അതിനെ കാണുക. ഇതാണ് നിങ്ങൾ ധർമ്മത്തിൻ്റെ, ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൻ്റെ സ്റ്റാൻഡ് പോയിന്റ്. അത് വലിയ വിസ്റ്റല്ലേ? അത് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ വിസ്റ്റങ്ങളിലൊന്നാണ് എഡ്വേർഡ് സെയ്ദ് പറഞ്ഞത്. അതാണ് ആ വിസ്റ്റത്തിൻ്റെ പലകയിലാണ് ആനന്ദ് നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ആനന്ദിൻ്റെ കോൺട്രിബ്യൂഷൻ. എവിടെയാണ് ആനന്ദിൻ്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ ആ നോട്ട് ടു ബി അറ്റ് ഹോം ഇൻ വൺസ് ഓൺ ഹോം. അങ്ങനെയാണ് എവിടെ ആയിരിക്കുമ്പോഴും അയാൾ അവിടുത്തുകാരനല്ലാതെയോ പുറം പ്രദേശ അദൃശ്യൻ എന്നാണ് ഞാൻ ആനന്ദിനെ വിളിക്കുക. അയാൾ എപ്പോഴും നമ്മുടെ കോർട്ടിൽ കളി നടക്കുമ്പോൾ ആ കോർട്ടിന് പുറത്താണ് എന്തിലും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കക്ഷിയുടെയോ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയോ അങ്ങനെ വക്താവാൻ പറ്റില്ല, അന്വേഷകനാണ്. ഈ ഒരു മൊറാലിറ്റിയാണ് ആനന്ദിൻ്റെ മൊറാലിറ്റി. ഈ എഴുത്തിനെയും ആലോചനകളെയും അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിലെയും ഒക്കെയുള്ള ഒരു മൊറാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എഡ്വേർഡ് സെയ്ദ് പറഞ്ഞ ഈ മൊറാലിറ്റിയാണ് ആനന്ദിൻ്റെ മൊറാലിറ്റികൾ. അപ്പം അത് ഒരേ സമയം എഴുത്തിനെ സ്വാംശീകരിക്കുന്നു, അതേസമയം അത് എഴുത്തല്ലാത്ത അദ്ദേഹത്തിൻ്റെ ഭൗതിക ജീവിതത്തിനെ സ്വാംശീകരിക്കുന്നു, സ്പർശിക്കുന്നു. ഇങ്ങനെ ഒരു വലിയ സമ്പൂർണത, അഥവാ സമ്പൂർണതയ്ക്ക് പുറത്ത് നിൽക്കുക, ഇത് മലയാളത്തിൽ വേറൊരാൾക്കും ഉള്ളതായിട്ട് ഞാൻ കണ്ടില്ല. ഇതൊക്കെയാണ് ആനന്ദിൻ്റെ അനന്യത എന്ന് പറയുന്നത്. പിന്നെ ഈ വേദന എന്ന് പറയുന്നതിനുള്ള അതിനൊരു നീതിശാസ്ത്രമുണ്ട്, അതിനൊരു സൗന്ദര്യശാസ്ത്രമുണ്ട്. ആ സൗന്ദര്യശാസ്ത്രം കലയെയും പവിത്രൻ പറഞ്ഞു പ്രശ്നവൽക്കരിക്കും. കലയെ പ്രശ്നവൽക്കരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം കാളിദാസൻ്റെ ഇത് വെച്ച് പറഞ്ഞു. അതുപോലെ ഒരു കഥേനെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേര് ഓർമ്മയുണ്ടോ നോക്കാം. അതെ,
മൂന്ന് കൊലപാതകങ്ങൾ എന്നാണ് ആ കഥയുടെ പേര്. ആ ഒരു ഹോട്ടൽ, വിശുദ്ധമായൊരു ഹോട്ടൽ തൊട്ട ഒരു വലിയ ഗായികയുടെ സംഗീത കച്ചേരി നടക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത മുറിയിൽ അതേ സമയത്ത് ഒരു സ്ത്രീ കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെടുന്നു. അവരുടെ കരച്ചിൽ പക്ഷേ പാട്ട് കേൾക്കുന്ന സദസ്യർക്ക് കേൾക്കാനേ കഴിഞ്ഞില്ല. ഗായികയുടെ സ്വരം ഏറ്റവും മധുരവും ആസ്വാദ്യവും ആയിരുന്നു. ആ സമയത്താണ് അടുത്ത മുറിയിൽ നിന്ന് ആ കരച്ചിൽ ഉയർന്നത്. മറ്റൊരു ശബ്ദത്തെയും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാത്തതും മറ്റൊരു ശബ്ദത്തിലേക്കും പ്രവേശിക്കാൻ സാധിക്കാത്തതും ആയ ഒരവസ്ഥയിൽ സംഗീതം ആ സദസ്യരുടെ കാതുകളെ ബന്ധിച്ചു. കലയുടെ ഓരോരോ പ്രവർത്തന രീതികളാണ്. അതുകൊണ്ട് അവർ ആ കരച്ചിൽ കേട്ടില്ല. ആ വിലാപത്തിൻ്റെ കഷണങ്ങൾ അവരുടെ ആരുടെയും കാതിൽ വന്നില്ല. സംഗീതത്തോടായിരുന്നു ആ ഗായികയുടെ പ്രതിബദ്ധത. സ്വാഭാവികമായിട്ട് ഇരയുടെ വേദനയ്ക്ക് വേണ്ടി കലയുടെ അനുഗ്രഹത്തെ വെടിയാൻ അവരാരും സന്നദ്ധരായില്ല. ഇങ്ങനെ കലയ്ക്ക് ഒരു കലാവൽക്കരണമുണ്ട്. കല ഏത് സാധനയും ഒരു കലാവൽക്കരിക്കും. സ്വാഭാവിക ബൈ ഡെഫിനിഷൻ അങ്ങനെയാണ്. അപ്പോൾ ആ കലാവൽക്കരിക്കുമ്പോൾ അതിൻ്റെ സാരമായ ആ അനുഭവത്തിൻ്റെ ബേസിക്കായ വേദന നിങ്ങൾക്ക് അപ്രത്യക്ഷമാവും. അതുകൊണ്ട് ഈ തിരിച്ചൊരു പ്രോസസ്സ് ആരെന്താ ആലോചിക്കുന്നത്, ഈ നിങ്ങളെ ആ കലാവൽക്കരണം വെടിഞ്ഞ് ഈ അനുഭവരസത്തെ വീണ്ടും അതിൻ്റെ സോഴ്സായിട്ടുള്ള വേദനയിലേക്ക് നിങ്ങൾക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റും. അതായത് കല വായിച്ചാൽ, കല അനുഭവിച്ചാൽ, കല കണ്ടാൽ, കല ആസ്വദിച്ചാൽ നിങ്ങൾ അതിൻ്റെ സ്വാദ് മാത്രമല്ല അതിൻ്റെ അടിയിലുള്ള വേദനയിലേക്ക് കൂടി നിങ്ങൾക്ക് തിരിച്ചെത്താൻ പറ്റിക്കണം. അപ്പം അതുകൊണ്ട് എന്താവും, കല നിങ്ങളെ അസ്വസ്ഥമാക്കണം. കലയുടെ രസം എന്ന് പറയുന്നത് അശാന്തമാണ്. ഒരു കലാസമാഹാരത്തിൻ്റെ പേര് തന്നെ അശാന്തം എന്നാണ്. ഇങ്ങനെ കലയുടെ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. നിങ്ങളെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ഒരു ചുഴലിയിലേക്ക് എറിയുകയാണ്, വേദനയിലേക്ക് എറിയുകയാണ്, നീതിബോധത്തിലേക്ക് എറിയുകയാണ്, അധികാര വിമർശനത്തിലേക്ക് എറിയുകയാണ്, അന്യനെക്കുറിച്ചുള്ള സഹഭാവത്തിലേക്കും എമ്പതിയിലേക്കും എറിയുകയാണ്. ഇങ്ങനെ ആയിരിക്കണം കലയുടെ മൊറാലിറ്റി. അതിൻ്റെ സൗന്ദര്യത്തിന് ആനന്ദ് സമ്മതിക്കുന്നില്ല. കാരണം ഇത് പ്രശ്നമാണ്. ഇത് ഇങ്ങനെയാണോ ശരിയെന്നുള്ളതല്ല. ഇതിലുടനീളം സ്ഫുരിക്കുന്ന, നമ്മളിങ്ങനെ ആവില്ല കല ആസ്വദിക്കുന്നത്. പക്ഷെ ആനന്ദ് വിചാരിക്കുന്ന, സങ്കല്പിക്കുന്ന കല എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കലയാണ്. കല ഏത് വേദനയിൽ നിന്ന് ഉറവെടുത്തുവോ ആ വേദനയിലേക്ക് ഈ കേൾക്കുന്ന ആളെ, ആസ്വദിക്കുന്ന റിസീവിങ് എൻഡിലുള്ള ആളെ തിരിച്ച് ആ വേദനയിലേക്ക് തന്നെ കൊണ്ടുവരികയും അയാളെ അസ്വസ്ഥമാക്കുകയും ചെയ്യുമ്പോഴാണ് കല അതിൻ്റെ ധർമ്മം യഥാർത്ഥത്തിൽ നിറവേറ്റുന്നത്. ഇത് ഒരു കലാതത്വമാണ്. ഇല്ലേ, കലയെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പമാണ്. അത് വളരെ വിചിത്രം, ഇവിടെ ഇല്ലാത്തതുമായ സങ്കല്പമാണ്. അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പം കൂടി ഇദ്ദേഹം മുന്നോട്ട് വരില്ലേ, അതിലൂടെ വെളിവാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് എന്തെല്ലാം ആയിപ്പോൾ ബുദ്ധിയും പ്രജ്ഞയും അതുപോലെ വികാരവും തമ്മിൽ ഭിന്നതയില്ല. ഇപ്പോൾ ഒരു നാടകം വായിച്ചാൽ അത് പ്രജ്ഞയിലൂടെയും വികാരത്തിലൂടെയും ഒരൊറ്റ വീശുന്ന വാളായിരിക്കും. രണ്ടിലും ഒരുപോലെ സ്പർശിക്കണം. അങ്ങനെയുള്ള കല. അപ്പോൾ പ്രജ്ഞയും വികാരവും പരസ്പരം എതിരല്ല. പിന്നെ ബിംബവും, ആ ബിംബത്തിനെ ഉണ്ടാക്കാൻ എന്തെല്ലാം ഡിവൈസസ് അതിൽ ഉപയോഗിക്കണം. വാദങ്ങൾ, വാദമുഖങ്ങൾ, സംഭാഷണങ്ങൾ, സിദ്ധാന്തങ്ങൾ, ഇതിനൊക്കെ സ്വന്തം നിലയ്ക്ക് വിലയുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ഇതെല്ലാം കൂടി ചേർന്ന് ഒരു വലിയ രൂപകമാക്കി മാറുന്നു. അത് കാവ്യകലയുടെ കൂടിയ സ്വഭാവമാണ്. അങ്ങനെ മഹത്തായിട്ടുള്ള ഒരു കാവ്യകലയുടെ എൻജിനീയറിംഗ് ആണ് ഈ ആനന്ദിൻ്റെ എല്ലാ വലിയ കൃതികൾ. അഭയാർത്ഥികളായാലും ശരി, ആൾക്കൂട്ടത്തിൽ ആൾക്കൂട്ടം എന്നുള്ള ഇമേജ് എത്ര ഗംഭീരമായിട്ടാണ് ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെ നെയ്ത് തീർന്നു.
അപ്പം അങ്ങനെ ഉള്ള വളരെ വലുപ്പം വരുന്ന രൂപകമാണത്. അങ്ങനെ കവിതയുടെയാണ് അതിൻ്റെ ഘടന, അതിൻ്റെ മറ്റേതൊക്കെ അതിൻ്റെ വിശദാംശങ്ങളിൽ അങ്ങനെയല്ല. പക്ഷെ അതിൻ്റെ ആകത്തുകയിൽ അതിനൊരു രൂപക സ്വഭാവവും കാവ്യ സ്വഭാവമുണ്ട്. അങ്ങനെ ഒരു കാവ്യ സ്വഭാവം, ഇമേജിൻ്റെ സ്വഭാവം, ബിംബത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ ഇടയിൽ ആ ബിംബം നിർമ്മിക്കുന്നത് പണ്ടത്തെ പോലെ ഒരു കാവ്യാത്മകം എന്ന് പറയുന്ന ഭാഷ കൊണ്ടല്ല, സിദ്ധാന്തങ്ങൾ കൊണ്ടും വാദപ്രതിവാദം കൊണ്ടും ആശയങ്ങൾ കൊണ്ടും പ്രജ്ഞ കൊണ്ടും വികാരങ്ങൾ കൊണ്ടും സംഭാഷണങ്ങൾ കൊണ്ടും ഒക്കെ കൂടി അങ്ങനെ എല്ലാ ചപ്പുചവറുകളും കൊണ്ട് ഒരു വലിയ ശില്പം ഉണ്ടാക്കുക എന്നുള്ള ഒരു നിർമ്മാണ വിദ്യ. അതിനോടൊപ്പം തന്നെ ആ നിർമ്മാണ വിദ്യക്ക് ലക്ഷ്യമായിട്ട് അതിനെ അശാന്തമായിട്ട് അനുഭവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക. അതുപോലെ എല്ലായ്പ്പോഴും നമ്മൾ പുതിയതായിട്ട് എപ്പോഴും പുതിയ ഒരു കൃതി, അദ്ദേഹം പറയും ആസ്വാദനത്തെ കുറിച്ച് പറയും, ഒരു കൃതി വായിച്ചാൽ നിങ്ങൾ ആ പുസ്തകത്തിൽ ഇരിക്കരുത്, അതിന് മുന്നോട്ട് പോകണം, അവിടെ ഇരിക്കരുത്. ആ പുസ്തകം എൻ്റെ ഒരു പുസ്തകം വായിച്ചാൽ അതിന് മുന്നോട്ട് പോകണം. ഇപ്പം എനിക്കൊരു ഉദാഹരണം പറയാൻ പറ്റും, വ്യക്തിപരമായിട്ട് ക്ഷമിക്കാം. ഞാൻ മഹാഭാരത സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നൊരു ബുക്ക് എഴുതി, അത് ഞാൻ ആനന്ദിന് കൊടുത്തു. അത് കഴിഞ്ഞ് അത് വായിച്ചു. അത് കഴിഞ്ഞിട്ട് വരണം വെച്ചിട്ടോ, എന്താണ് കർണനും വികർണനും എന്ന് പറഞ്ഞൊരു കഥയാണ്. ഇതിൻ്റെ മറ്റേ അനുബന്ധമായിട്ട് അദ്ദേഹത്തിന് വേറൊരു കഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു പുസ്തകം എന്നുള്ളത് ഒരു ടേക്ക് ഓഫ് പോയിൻ്റാണ്. എന്ത് പുസ്തകം അദ്ദേഹത്തിന് ടേക്ക് ഓഫ് പോയിൻ്റാണ്. അത് വേറെ ദിക്കിലേക്കുള്ള യാത്രയുടെ ആരംഭമാണ്. അത് പഠിച്ചൊരു പാഠമാണ്. ഞാൻ പഠിച്ചൊരു പാഠമാണ് ഇത്. എല്ലാ സ്ഥലവും ടേക്ക് ഓഫ് പോയിൻ്റാണ്. നമ്മൾ ഈ കാല് വെച്ചിട്ട് അടുത്ത കാലം ഇങ്ങനെയല്ലേ നടക്കുക. അപ്പോൾ നടക്കുന്നത് എങ്ങനെയാണ്? ഒരു കാല് ഊന്നി മറ്റേ കാലം മുന്നോട്ട് വയ്ക്കുന്നു. ഈ നടത്തത്തിൻ്റെ ശാസ്ത്രം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ശാസ്ത്രം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ശാസ്ത്രം. എപ്പോഴും അക്കരയ്ക്ക് എഴുതിയതിനെ മറന്ന് പുതിയതിനെ തേടുന്ന ഒന്നായിരിക്കണം എഴുത്ത്. എഴുത്തിനെ പറ്റി ആനന്ദ് വിചാരിക്കുന്നത് താൻ എഴുതിയതിൽ അതിനെ വിസ്മരിക്കാനുള്ളതാണ്. അത് നിങ്ങൾക്കായി പോയി. ഇനി അടുത്ത കാൽവെപ്പ് ഗതേ ഗതേ പരഗതേ പരസംഗതേ. അക്കരയ്ക്ക് പോവുക, അക്കരയ്ക്ക്, ഇനി അക്കരെ ഒന്നും ഇല്ല, പക്ഷെ അക്കരയ്ക്കാണ് നിങ്ങൾ യാത്ര. ഇങ്ങനെയുള്ളൊരു യാത്രയായിട്ട് ജീവിതത്തിനെയും എഴുത്തിനെയും ഒക്കെ സങ്കല്പിക്കുക. അങ്ങനെ എല്ലാത്തിനെയും സങ്കല്പത്തിൽ വളരെ വലുതായിട്ട് സങ്കല്പിക്കുക. വളരെ ചരിത്രത്തോളം ചരിത്രത്തോളം അതിൻ്റെയും താഴേക്കും സങ്കല്പിക്കുക. അതുപോലെ എത്ര വിശാലമായിട്ടൊരു നാടിനെ സങ്കല്പിക്കുക. അത് ഈ അത്ര രാജ്യങ്ങളുടെ അതിർത്തികളിൽ ഒക്കെ മായ്ക്കുന്ന മട്ടിൽ മനുഷ്യരാശിയെ സങ്കല്പിക്കുക. ആ മനുഷ്യരാശിയുടെ വേദനകളെ സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള വലിയ സങ്കല്പശക്തി ഒക്കെ ആവശ്യപ്പെടുന്ന മട്ടിലുള്ളൊരു പ്രജ്ഞ ഈ എഴുത്തുകാരൻ്റെ, ഞാൻ അതിനെ രസജ്ഞാനം എന്നാണ് ആനന്ദിൻ്റെ കൃതികളുടെ അനുഭവത്തിനെ ഞാൻ വിചാരിക്കുക. അത് നിങ്ങളൊരു രസമുണ്ടാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ സാങ്കേതികാർത്ഥത്തില്ല, അത് വലിയ ജ്ഞാനം ഉണ്ടാക്കുന്നു. അപ്പോൾ രസജ്ഞാനത്തിൻ്റേതായിട്ടുള്ള ഒരനുഭവമാണ് ആനന്ദ് നമുക്ക് തരുന്നത്. അങ്ങനെ തരണമെങ്കിൽ എത്രയോ ജ്ഞാനമാർഗങ്ങളിലൂടെ സഞ്ചരിക്കണം, എത്രയോ രസഭംഗങ്ങളിലൂടെ സഞ്ചരിക്കണം. അങ്ങനെയുള്ള വലിയ സഞ്ചാരി എപ്പോഴും അക്കരെ എന്ന് ഇല്ലാത്ത അക്കരയ്ക്ക് പോകണം. അങ്ങനെ യാത്രികനെയും കൂടിയാണ് ഈ സഞ്ചാരിയായിട്ടുള്ള ഈ എഴുത്തുകാരൻ ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് ഈ 89 വയസ്സ് കഴിഞ്ഞ ഈ സമയത്ത് ഇങ്ങനെ എനിക്ക് സംസാരിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടാണ്, ഓർമ്മ കൃത്യമായിട്ട് വരുന്നില്ല. എന്തായാലും അദ്ദേഹത്തിന് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.